ഇന്നും വന്ന ഒരു വാർത്ത, രണ്ടാൺമക്കൾ ചേർന്ന് അച്ഛനെ അടിച്ചു കൊന്നു എന്ന വാർത്ത വന്നത് പാലക്കാട് നിന്നാണ്. അമ്മയെ കഴുത്തറത്ത് കൊല്ലുന്ന, അച്ഛന്മാരെ കൊല്ലുന്ന, സഹോദരനെയും സഹോദരിയും ഒക്കെ കൊല്ലുന്ന കൊടും കുറ്റകൃത്യങ്ങളോട് നമ്മൾ കുറച്ചൊക്കെ താതാത്മ്യപ്പെട്ട് കഴിഞ്ഞു. ഒരു പരിധിവരെ നോർമലൈസ്ഡ് ആയി എന്നതാണ് ഭീകരം. കാരണം എന്താണ് എന്ന ആലോചനകൾ ഇപ്പോഴും അക്കാദമികമായി ഗൗരവമായി തുടങ്ങിയിട്ടുണ്ടോ ഭരണകൂട തലത്തിൽ നിന്ന് ഇപ്പോഴും സംശയമാണ്. പല കാരണങ്ങളിലൊന്ന് സിനിമയിൽ കൂടി വരുന്ന വയലൻസ് ആണോ എന്ന ചോദ്യം കൂടി സമാന്തരമായി ഉയരുന്നുണ്ട്. കൂടുതൽ പേരത് പറഞ്ഞും തുടങ്ങുന്നു. ഗർഭിണിയുടെ വയറ്റിൽ ചവിട്ടുന്നതും കുഞ്ഞിനെ വലിച്ചെടുക്കുന്നതും ഗ്യാസ് കുറ്റി കൊണ്ട് കുട്ടികളെ കൊല്ലലും അടക്കം അങ്ങേയറ്റം അക്രാമകമായ സിനിമാ രംഗങ്ങൾ അക്രമത്തിന് പ്രോത്സാഹനമാകുന്നുണ്ടോ? ഇനിയും വേണോ മാർക്കോ മോഡൽ സിനിമകൾ? പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടർ പ്രൈമിലേക്ക് സ്വാഗതം. ശ്രീമതി രഞ്ജിനി, ശ്രീ സജി നന്ദിയാട്ട്, ശ്രീ എം എ നിഷാദ്, രാഹുൽ ഈശ്വർ, സാബു സ്റ്റീഫൻ, ശ്രീ കെ എം ആന്റണി, ഡോക്ടർ ഷെറിൻ, സൈക്കോളജി എന്നിവർ ചർച്ചയിൽ. ആദ്യം ഞാൻ ശ്രീമതി രഞ്ജിനി ഇരിക്കുന്നു. ശ്രീമതി രഞ്ജിനി, താങ്കളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ വായിക്കുകയായിരുന്നു. ശരിയാണ്, അത്തരം സിനിമകൾ ആവർത്തിച്ച് വരുന്നു. അത് കാണേണ്ടവർ കണ്ടില്ല എന്നടിക്കുന്നു. സെൻസർ ബോർഡ് എങ്ങനെയാണ് മാർക്കോ പോലുള്ള സിനിമകൾക്ക് അനുവാദം കൊടുത്തതെന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ നേരത്തെയും ഇത്തരത്തിലുള്ള സിനിമകൾ ഉണ്ടായിട്ടുണ്ട് മാഡം, മലയാളത്തിൽ പുറത്തുമൊക്കെ. ഇപ്പോൾ 2008, 2009 കാലയളവിലൊക്കെ ഫിലിം ഫെസ്റ്റിവൽ ആൻറ്റി ക്രൈസ്റ്റ് എന്നൊരു സിനിമ ഉണ്ടായിരുന്നു. അങ്ങേയറ്റം ഭീകരമായ സിനിമയായിരുന്നു. അതിനു മുമ്പ് കിം ഗീഡുക്കിൻ്റെ സിനിമകൾ വന്നിട്ടുണ്ട്. അപ്പോൾ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന ഈ കൊടും ക്രൂരകൃത്യങ്ങളിൽ, അങ്ങേയറ്റം ബ്രൂട്ടലായ ക്രൂരകൃത്യങ്ങളിൽ എത്ര ശതമാനത്തോളം നമുക്ക് ഈ സിനിമയിലേക്ക് ആട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയും ശ്രീമതി രഞ്ജിനി? ഇപ്പൊ നേരത്തെ നിങ്ങൾ പറഞ്ഞ 2008 തൊട്ട് ക്രൈം സിനിമയില് കൂടുതൽ വയലൻസ് ഉള്ള സിനിമാസ് അല്ലേ. പക്ഷെ ഇപ്പൊ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കണം. കേരളയില് എത്ര മേർഡേഴ്സ് നടക്കുന്നത്, അല്ലെങ്കിൽ വയലൻസ് ക്രിമിനൽ ആക്ടിവിറ്റീസ് എല്ലാം ടീനേജേഴ്സിന്റെ ഏജ് ഗ്രൂപ്പാണ്. ടീനേജ് അല്ലെങ്കിൽ യൂത്തിന്റെ ഏജ് ഗ്രൂപ്പാണ്. അതല്ലാണ്ട് ഇപ്പോൾ കുറെ കാലങ്ങളായിട്ട് ഒരു ഐ തിങ്ക് 2-3 ഇയേഴ്സ് ആയിട്ട് നമ്മളുടെ മലയാള സിനിമയിൽ തന്നെ ഇഷ്ടം പോലെ ഇപ്പൊ വയലൻസ് കൂടുന്നുണ്ട്. സേ ഫോർ എക്സാമ്പിൾ RDXന് ആ ടൈറ്റിൽ തന്നെ നേരത്തെ ഒരു കേശവോ ഏതോ ഒരു പടം, നമ്മളുടെ നാദർഷയുടെ പടം വന്നിരുന്നല്ലോ. ആ ടൈറ്റിൽ യേശുവിന്റെ ടൈറ്റിലോ ഏതോ. അപ്പൊ അതില് ഒരുപാട് സെൻസർഷിപ്പ് അങ്ങനെ ഇങ്ങനെ ടൈറ്റിൽ വെക്കാൻ പറ്റുമോ? അതിനെക്കാട്ടിയും RDX വളരെ ഡേഞ്ചറസ് അല്ലേ. അതിന്റെ മീനിങ് എന്താ? എക്സ്പ്ലോസീവ്സ് അല്ലേ, ബോംബ് അല്ലേ. അപ്പൊ അങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ശ്രദ്ധ വേണ്ടേ? അപ്പോൾ അത് മാത്രമല്ല, ഇപ്പോ സെൻസർ ബോർഡ് ശരിക്കും എന്താ ചെയ്യുന്നത്? ടൈറ്റിൽ നോക്കുന്നില്ല, പിന്നെ വയലൻസ് കൂടി വരാ. അപ്പൊ ദർ ഷുഡ് ബി എ ബോർഡർ ലൈൻ അല്ലേ. ഇപ്പോ നമ്മൾ എടുത്തു നോക്കുമ്പോൾ കേരളത്തിൽ തന്നെ ഇപ്പൊ അടുത്ത കാലത്തിൽ എന്തൊക്കെ നാട്ടിലെ എന്തൊക്കെ മേർഡേഴ്സും പിന്നെ ക്രിമിനൽ സ്റ്റഫ്സ് ഇസ് ഹാപ്പനിങ് അല്ലേ. എല്ലാം യൂത്ത് ആണ്, യങ്സ്റ്റേഴ്സ് ആണ്. ശരിക്കും നാളെ അവരാണ് നമ്മളുടെ ലീഡേഴ്സ്. പണ്ട് ഞങ്ങൾ സിനിമ സജി ചേട്ടൻ അവിടെ ഉണ്ട്, അപ്പൊ അവർക്ക് എല്ലാവരും അറിയാം. 80s 90s 20s ഇവിടുത്തെ സിനിമയില് നമ്മൾ ചെയ്യുമ്പോൾ ആ ഡയറക്ടേഴ്സ് അവിടെ വെച്ചിട്ട് തന്നെ ചിന്തിക്കാറ്, ഇത് സെൻസർഷിപ്പ് പ്രശ്നമാവോ, സെൻസർ ബോർഡിലെ പ്രശ്നമാവോ? അങ്ങനെ ചില സിനിമകളിൽ ഞാൻ തന്നെ അഭിനയിച്ചിട്ടുണ്ട്. ചില സിനിമകളിൽ നമുക്ക് 2 ക്ലൈമാക്സ് ഉണ്ടാവും. ചില സമയം ചില സീൻസിൽ 2 സീൻസ് ആയിട്ട് പ്ലാൻ എ പ്ലാൻ ബി. ചിലപ്പോ ഇത് സെൻസർ ബോർഡിലെ പ്രശ്നമായാൽ അടുത്തത് നമുക്ക് എടുക്കാം. അങ്ങനെ ഒരു ബാക്കപ്പ് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഡയറക്ടേഴ്സ്, യങ് ഡയറക്ടേഴ്സ് അവർ വരുമ്പോ അവരുടെ വിചാരം വയലൻസ് കൂട്ടിയാലാണ്, കൂടുന്ന രീതിയിലാണ് ഇപ്പൊ പടങ്ങൾ നല്ല രീതിയിൽ മാർക്കറ്റിംഗ് നടക്കുന്നത്. ഇറ്റ് വിൽ ബി എ ഹിറ്റ്. അങ്ങനെയാണ് ഒരു ചിന്തയാണ് ഇപ്പൊ ഇവർ. രഞ്ജിനി, ഇപ്പം ഈ മാർക്കോ എന്ന് പറയുന്ന സിനിമ ഈ പറയുന്ന വയലൻസിന്റെ സകല പരിധികളും ലംഘിച്ച ഒരു സിനിമയാണ്. പക്ഷെ ആ സിനിമയുടെ പ്രൊമോഷൻ എങ്ങനെയായിരുന്നു? ആ സിനിമയുടെ പ്രൊമോഷൻ ആ സിനിമയുടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കഥ പറഞ്ഞുകൊണ്ടോ, അല്ലെങ്കിൽ ആ സിനിമ മുന്നോട്ട് വെക്കുന്ന സന്ദേശം പറഞ്ഞുകൊണ്ടോ, അല്ലെങ്കിൽ പകയ്ക്കെതിരെ, അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ പക എന്ന് പറഞ്ഞുകൊണ്ടോ ഒന്നും ആയിരുന്നില്ല. ആ സിനിമയുടെ പ്രൊമോഷൻ എങ്ങനെയായിരുന്നു? ആ സിനിമയുടെ പ്രൊമോഷൻ ദ മോസ്റ്റ് വയലന്റ് സിനിമ എന്ന രീതിയിൽ തന്നെയായിരുന്നു ആ സിനിമയുടെ പ്രൊമോഷൻ. ഇപ്പോൾ ജഗദീഷ് അടക്കമുള്ളവർ ആ സമയത്ത് പ്രൊമോഷനിൽ വന്നിരുന്നു പറഞ്ഞ്, ഞാൻ ചെയ്ത ഏറ്റവും വൃത്തികെട്ട രീതിയിലുള്ള ഒരു ക്യാരക്ടർ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഈ ആർട്ടിഫിഷ്യൽ ബ്ലഡ് ഉപയോഗിച്ച ഒരു സിനിമ, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് ഇതിൻ്റെ ഛേദിക്കപ്പെട്ടു പോകുന്ന അവയവങ്ങൾ ഉണ്ടാക്കിയത്, എങ്ങനെയാണ് തുടങ്ങിയ ആ രീതിയിലായിരുന്നു അതിൻ്റെ പ്രൊമോഷൻ. ഈ പറയുന്ന വയലൻസ് പറഞ്ഞുകൊണ്ട് മാത്രമായിരുന്നു. അപ്പോൾ അത് 100 crore അല്ലെങ്കിൽ 100 കോടി ക്ലബിലേക്കൊക്കെ എത്തിയെന്ന് പറയുമ്പോൾ അതാ സിനിമയുടെ കുറ്റമാണോ, അതോ ഇത്രയും വയലന്റ് ആണ് എന്ന് അവർ തന്നെ പറഞ്ഞിട്ടും പോയി കണ്ട നമ്മുടെ കുറ്റമാണോ ശ്രീമതി രഞ്ജിനി?
എന്നെ കേട്ടാൽ അത് സെൻസർ ബോർഡിന്റെ കുറ്റമാണ്. എങ്ങനെ ഇങ്ങനത്തെ പടങ്ങൾ വരുന്നത്? ആ സെൻസർ ചെയ്യുമ്പോൾ നമുക്ക് അറിയില്ലേ? ഐ മീൻ അവിടെ ജഡ്ജസ് ഇരിക്കുമ്പോൾ, പാനലിസ്റ്റ് ഇരിക്കുമ്പോൾ അവർക്ക് അറിയില്ലേ ഇങ്ങനത്തെ വയലൻസ് ഇറ്റ് വിൽ എഫക്ട് ദ യങ്സ്റ്റേഴ്സിന്. പിന്നെ നമ്മൾ എത്രയ്ക്ക് സർട്ടിഫിക്കറ്റ് ഇട്ടാലും ഇപ്പോൾ യങ്സ്റ്റേഴ്സ്, ഇപ്പൊ നമുക്ക് OTT പ്ലാറ്റ്ഫോം ഉണ്ട്, ഇപ്പൊ മൊബൈൽ ആണ് നമ്മളുടെ കയ്യിൽ, എല്ലാവരുടെ കയ്യിലും ഉണ്ട്. അപ്പോൾ ദിസ് വിൽ ബി ഗോയിങ് ഇൻ ടു ദ യങ്സ്റ്റേഴ്സ്, എനി വൺ ക്യാൻ ക്ലിക്ക് ആൻഡ് വാച്ച് അല്ലേ? ഇപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ശ്രദ്ധിക്കണ്ടേ? ആൻഡ് നോട്ട് ഓൺലി ദാറ്റ്, ഇപ്പൊ ടെക്നോളജീസ്, ഇഷ്ടംപോലെ ടെക്നോളജീസ് ഉണ്ടല്ലോ, നമുക്ക് അത് മാസ്ക് ചെയ്യാം. ചില വയലൻസ് നമുക്ക് മാസ്ക് ചെയ്തെടുക്കാം. ഐ തിങ്ക് അവിടെ നിഷാദ്, ഐ തിങ്ക് ഹീസ് എ ഡയറക്ടർ അല്ലേ? അപ്പൊ അങ്ങേർക്ക് അറിയാം ആ ഡയറക്ടറിന്റെ ടെക്നിക്കാലിറ്റി. ഞാൻ ജസ്റ്റ് ഒരു ആക്ടറാണ്. ഞാൻ ആക്ട് ചെയ്യുമ്പോൾ ഡയറക്ടർ എന്താ പറയുന്നോ അത് കേട്ടിട്ടാണ് ഞാൻ ആക്ട് ചെയ്യുന്നത്. ചില സമയം നമ്മൾ എന്തെങ്കിലും വൃത്തികെട്ട സീന് അഭിനയിക്കുമ്പോൾ തന്നെ നമ്മൾ അവിടെ ഡയറക്ടറോട് പറയും, ഇത് അത്യാവശ്യമാണോ, ഇത് ഒഴിവാക്കാൻ പറ്റുമോ, ഇങ്ങനെ നമ്മൾ ചോദിക്കാറുണ്ട്. അപ്പോ ഇറ്റ്സ് എ ടീം വർക്ക്. സിനിമ മീൻസ് ഇറ്റ്സ് എ ടീം വർക്ക്. അങ്ങനെ ഇരിക്കുമ്പോൾ ഇപ്പോ വയലൻസ് കൂടുന്നുണ്ട്. പിന്നെ നമ്മളുടെ കുട്ടികൾ തന്നെ അവരോട് വേറെ മൈൻഡ് സെറ്റിലാണ് പോകുന്നത്. ഇതെല്ലാം വൺ ഓഫ് ദി ഫാക്ടേഴ്സ് ആണ്, കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടേഴ്സ് ആണ് യങ്സ്റ്റേഴ്സിനെ ഇതിൽ കൂടി വരുന്ന ഇങ്ങനത്തെ ക്യാരക്ടർ മാറ്റാൻ ഇങ്ങനത്തെ വരുന്നത്. സോ ഇറ്റ്സ് വെരി സ്കേറി. അപ്പോൾ നമുക്ക് ആസ് എ സിനിമ പീപ്പിൾ വി ഹാവ് എ റെസ്പോൺസിബിലിറ്റി ടു ദ സൊസൈറ്റി. ഞാൻ സിനിമയിൽ, ഐ തിങ്ക് മലയാള ഇൻഡസ്ട്രിയിൽ ഞാൻ 3 years ഉണ്ടായിട്ടേ ഉള്ളൂ. പക്ഷെ എന്നാലും എവിടെ ചെന്നാലും ആ സ്നേഹം, പബ്ലിക് തന്ന സ്നേഹമുണ്ടല്ലോ, അത് വലുതാണ്. അപ്പോൾ അത് കാണുമ്പോൾ നമുക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഇപ്പൊ കുറെ നടൻ എത്ര വർഷങ്ങളായിട്ട് ഇരിക്കുന്നത്, നമ്മുടെ റെസ്പോൺസിബിലിറ്റി അല്ലേ? നമ്മുടെ സൊസൈറ്റിക്ക് നമ്മൾ എന്തെങ്കിലും കൊടുക്കണ്ടേ, സ്നേഹം കൊടുക്കണ്ടേ? ഇത് ഓഫ് കോഴ്സ് ഇറ്റ്സ് എ മാർക്കറ്റ്, ഇറ്റ്സ് എ ഷോ ബിസിനസ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ചെയ്യാം, പക്ഷേ വി ഓൾസോ ഹാവ് എ റെസ്പോൺസിബിലിറ്റി. ഓക്കെ, ശ്രീ സജീദ്, എന്താണ് താങ്കൾ ഈ സിനിമാ സെറ്റിലെ ലഹരിയെ പറ്റി താങ്കളും നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പോൾ വരുന്നൊരു വാർത്ത, മലയാള സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നായക നടൻ, അദ്ദേഹത്തിൻ്റെ ഈ ലഹരി ഉപയോഗം ബന്ധപ്പെട്ട അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനടക്കം മേലുദ്യോഗസ്ഥർ അനുവാദം തേടിയിട്ടുണ്ടെന്നൊക്കെയാണ്. ഇദ്ദേഹം കാറ് കൊണ്ട് തിരുവനന്തപുരത്തോടത്ത് ശരിയാക്കാൻ കൊടുക്കുകയും ഈ കാറിൽ നിന്ന് ഉപയോഗിക്കുന്ന മാരക രാസലഹരിയുടെ അംശങ്ങൾ കിട്ടുകയും അത് പോലീസിൽ അറിയിക്കുകയും ഒക്കെ ചെയ്തു എന്നാണ് കേൾക്കുന്നത്. പോട്ടെ, അത് മറ്റൊരു വിഷയമാണ്. അത് പറയേണ്ടതാണ്. സിനിമ നൽകുന്ന സന്ദേശം എന്താണ് എന്ന് പറയുന്നത് അതും പറയേണ്ടതാണ്. പക്ഷേ സയ്യിദ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നേരത്തെ ഉണ്ടായിട്ടുണ്ട് ഇത്തരത്തിൽ വയലൻ്റ് സിനിമകൾ. പക്ഷെ അതൊക്കെ എങ്ങനെയാണ്? അതൊക്കെ ആ തീമിൻ്റെ ഭാഗമായി വരുന്ന വയലൻസാണ്. അതല്ലാതെ എൻ്റെ സിനിമയുടെ തീമെന്ന് പറയുന്നത് തന്നെ വയലൻസാണ്. വയലൻസ് തീമാക്ക ആണ് സിനിമ. അതാണ് അതിൻ്റെ USP. ഞാനതാണ് വിൽക്കാൻ ശ്രമിക്കുന്നത്. അത് കാരണമാണ് ഇത് കാശ് വാരുന്നത് എന്ന സന്ദേശം കൊടുക്കുന്ന ഈ കാൽ നല്ലതാണോ എന്നത് പ്രധാന ചോദ്യമല്ലേ സജീദ് നന്ദിയാട്ട്? തീർച്ചയായും ആഷ്മി, സമൂഹത്തിൻ്റെ പരിച്ഛേദമാണ് സിനിമ. സമൂഹത്തെ സ്വാധീനിക്കുന്നതാണ് സിനിമ. സിനിമയ്ക്ക് അത്രയും ആഴ്ന്നിറങ്ങാൻ പറ്റിയ മറ്റൊരു എൻ്റർടൈൻ മീഡിയ ലോകത്തില്ല. ഈ മാർക്കോയുടെ വയലൻസ് വളരെ കൂടുതലാണ്, സംശയമൊന്നുമില്ല. പക്ഷേ അതിൻ്റെ തിരക്കഥാകൃത്ത് എഴുതി വച്ചിരിക്കുന്ന ഈ കഥ ഈ സമൂഹത്തിൽ നിന്ന് ഉണ്ടാകുന്ന, അല്ലെങ്കിൽ അദ്ദേഹം വെറുതെ സൃഷ്ടിച്ച ഒരു കഥയല്ല, മറിച്ച് ഓരോ കഥാപാത്രങ്ങളെ സൃഷ്ടിക്കുമ്പോഴും അത് സമൂഹത്തിൽ എവിടെയോ അത്തരം ആൾക്കാരുണ്ട്, അവരെ കോപ്പി ചെയ്താണ് ഇത്തരം കഥകൾ ഉണ്ടാക്കുന്നത്. അടുത്തത്, സെൻസർ ബോർഡ് എങ്ങനെയാണ് ഈ മാർക്കോയ്ക്ക് സെൻസറിങ് സർട്ടിഫിക്കറ്റ് കൊടുത്തതെന്നുള്ള ചോദ്യമുണ്ട്. ഇവിടെ ബോംബെയിലേക്ക് പോയിട്ടാണ് ഇതിന് സെൻസർ സർട്ടിഫിക്കറ്റ് കിട്ടുന്നത്. കാരണം 5 അംഗ സമിതി ട്രിവാൻഡ്രത്ത് CBSBയിൽ ഇത് പരിശോധിച്ചു. അതിനുശേഷം അവർ റിവ്യൂ കമ്മിറ്റി, ഈ 5 പേരല്ല, പുതിയ 10 പേരാണ് ഈ സിനിമ കാണുന്നത്. അവർ സിനിമ കണ്ടിട്ട് ഈ ഗ്രാഫിക്സ് വയലൻസ് അതിനകത്ത് കൂടുതലുള്ളത്. അതിനുശേഷം അവർ സർട്ടിഫിക്കറ്റ് കൊടുത്തു. ഈ സർട്ടിഫിക്കറ്റ് കൊടുക്കുമ്പോൾ അതിനൊരു മെസ്സേജ് ഉണ്ട്. ഇപ്പോൾ തന്നെ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് കൊടുക്കുമ്പോൾ ആൾക്കാർക്കറിയാം ഇത് ഏത് കാറ്റഗറിയിൽപ്പെട്ട സിനിമയാണെന്ന്. ഇവിടെ ഇപ്പോൾ കുഞ്ചാക്കോ ബോബൻ്റെ ഓഫീസർ ഓൺ ഡ്യൂട്ടി സിനിമ ഇറങ്ങി. ആ സിനിമയിൽ പോസ്റ്ററിനുള്ളിൽ ഈ സെൻസർ സർട്ടിഫിക്കറ്റ് കോപ്പി പ്രദർശിപ്പിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നിപ്പോൾ ചേംബറിൽ അതിൻ്റെ ഒരു കോപ്പി വന്നിട്ടുണ്ട്. 5 ലക്ഷം രൂപ പിഴയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കൺട്രോൾ ചെയ്യാനും നിയന്ത്രിക്കുവാനും ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ഇവിടെ ഉണ്ട്. ആ ബോഡിയാണ് ഇതിന് അനുവാദം കൊടുത്തിരിക്കുന്നത്. പല തിയേറ്ററിലും കേൾക്കൂ ആഷ്മി, ഇപ്പോൾ തിയേറ്ററുകാരുമായിട്ട് സംസാരിച്ചപ്പോൾ മനസ്സിലായത്, ഈ മാർക്കോ കാണാൻ ചില മാതാപിതാക്കൾ കുഞ്ഞുങ്ങളുമായി വന്നു. അപ്പോൾ തിയേറ്ററുകാർ ഇവരെ കയറ്റാൻ സമ്മതിച്ചില്ല പലയിടത്തും.
അപ്പോൾ ഇവരെന്ത് ചെയ്തു? ഈ മാതാപിതാക്കൾ കംപ്ലൈൻറ്റ് ചെയ്തു, ഞങ്ങൾക്ക് ബഹളമുണ്ടാക്കി, പ്രശ്നമുണ്ടാക്കി. ഇവിടെ സെൻസർ ബോർഡ് ഒരു നിയമമുണ്ട്. എ സർട്ടിഫിക്കറ്റ് കാറ്റഗറിയുള്ള സിനിമ 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ കണ്ടാൽ ആദ്യം 10,000 രൂപ പിഴയിടും. ആർക്ക് പിഴയിടും? തിയേറ്ററുകാർക്ക് പിഴയിടും. നിങ്ങളെല്ലാം കൂടെ ഈ വേലി എല്ലാവരും നോക്കിയിട്ട് വേണം ഒരു ഭാഗത്തെ കുറ്റപ്പെടുത്താൻ. രണ്ടാമത് ഇതുപോലെ ആ തിയേറ്ററുകാർ ആവർത്തിച്ചാൽ തിയേറ്ററിന്റെ ലൈസൻസ് റദ്ദാക്കും. ഇങ്ങനെയുള്ള നോംസും റെഗുലേഷൻസും ഇവിടെ നിൽക്കുമ്പോൾ അല്ല സജീവൻ ചേട്ടൻ, നമ്മളൊരു സമൂഹം എന്നുള്ള നിലയ്ക്ക് നമ്മൾ കാണുന്നത്, താങ്കൾ പറഞ്ഞതിന്റെ സാങ്കേതിക വശമാണ്, നമ്മളൊരു സമൂഹം എന്നുള്ള നിലയ്ക്ക് നമ്മൾ കാണുന്നത് ഈ ഓർത്തു നോക്കൂ സജി, നമ്മൾ ഈ 2025 ജനുവരി 1-ാം തീയതി തൃശ്ശൂർ തേക്കിൻകാട് മൈതാനത്ത് 15-16 വയസ്സുള്ള 2 കുട്ടികൾ 30 വയസ്സുകാരനെ കുത്തിക്കൊന്നു എന്ന വാർത്ത മുതൽ ഈ കഴിഞ്ഞ 2 മാസം മാത്രം എടുക്കൂ. നമ്മൾ കണ്ട് തലമരച്ചില്ലേ? ഈ അങ്ങേയറ്റം അത് അങ്ങ് വെറുതെ കൊലപാതകമാണോ? അങ്ങേയറ്റം ബ്രൂട്ടലായ കൊലപാതകം എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ് മുട്ടക്കറി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന, അതിന് മുട്ടക്കറിക്ക് ഉള്ളി എറിഞ്ഞുകൊണ്ടിരിക്കുന്ന അമ്മയുടെ കയ്യിൽ നിന്ന് കറിക്കത്തി വാങ്ങി കഴുത്തറുത്തു എന്ന വാർത്തകളൊക്കെ നമ്മൾ കാണുന്ന ഈ ദിവസങ്ങളിൽ. അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് സത്യം പറഞ്ഞാൽ ആർക്കും അറിഞ്ഞുകൂടാ. അതിനുള്ള പഠനങ്ങൾ നടക്കുന്നുണ്ടെന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് മറുപടി. പക്ഷേ അതിലൊരു കാരണം സിനിമയിൽ ഈ പറഞ്ഞ വയലൻസ് ആണെങ്കിൽ അത് വേണ്ട എന്ന് സിനിമാ സംഘങ്ങൾ ഒന്നിച്ച് തീരുമാനം എടുക്കണ്ടേ? ഈ പറഞ്ഞ അതിരുവിട്ട വയലൻസ് സജി നന്ദിയാട്ട്. തീർച്ചയായും സമൂഹത്തോട് ശ്രീമതി രഞ്ജിനി പറഞ്ഞ വളരെ കറക്റ്റായ ഒരു വാക്കാണ്. സമൂഹത്തോട് സിനിമയ്ക്ക് കമ്മിറ്റ്മെന്റ് ഉണ്ട്. സമൂഹമില്ലെങ്കിൽ സിനിമയില്ല. നമ്മൾ സാധാരണ പറയും മേൻ ഈസ് എ സോഷ്യൽ ആനിമൽ, മേൻ കനോട്ട് ലീവ് വിത്തൗട്ട് സൊസൈറ്റി, നമ്മൾ സാധാരണ പറയാറുണ്ട്. ഇവിടെ ഇത്തരത്തിലുള്ള കഥകൾ മാർക്കോയുടെ പ്രൊഡ്യൂസർ പോലും 2-ാം ഭാഗം എടുക്കുമ്പോൾ അദ്ദേഹം പോലും തിരുത്തി. ഇത്തരത്തിൽ ഓവർ വയലൻസ് ഉള്ള പടം ഞാൻ എടുക്കില്ല എന്ന് അദ്ദേഹം പോലും പറഞ്ഞു. സമൂഹത്തെ വഴിതെറ്റുന്നുണ്ടെങ്കിൽ സിനിമാ സംഘടനകൾക്കും ഞങ്ങൾക്കും എല്ലാ സിനിമാക്കാർക്കും കമ്മിറ്റ്മെന്റ് സമൂഹത്തോടുണ്ട്. പിന്നെ ഒരു കാര്യം ചോദിക്കട്ടെ, സിനിമ കണ്ടതുകൊണ്ട് മാത്രമാണ് ഈ വയലൻസ് ഉണ്ടാകുന്നു എന്നതിനോട് എനിക്ക് പൂർണ്ണമായി യോജിപ്പില്ല. കാരണം ആദ്യം നിരോധിക്കേണ്ടത് ഇവിടുത്തെ മയക്കുമരുന്ന് ലോബിയാണ്. മയക്കുമരുന്ന് പിടിക്കുന്നവർക്ക് നിയമം കർക്കശമാക്കിയോട് തക്കതായ ശിക്ഷ കൊടുക്കണം. 2024 കണക്ക് പ്രകാരം 25,000 കോടി രൂപയുടെ മയക്കുമരുന്ന് ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. അതിൽ 100 കോടി മാത്രമാണ് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തത്. അതിൻ്റെ അർത്ഥം എന്താണ്? കേരളത്തിൽ പഞ്ചാബ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന്, ഒരു കാലത്ത് പഞ്ചാബിലാണ് ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് ഹബ്ബായി മാറുന്നത് കേരളമാണ്, പ്രത്യേകിച്ച് കൊച്ചിയാണ്. അപ്പോൾ 100 കോടിയുടെ എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ഇവിടെ എന്തില്ല, ഇവിടെ യാതൊരു ചെക്കിങ്ങും ഇല്ല, പിടിക്കപ്പെടുന്നുമില്ല. അല്ലാതെ മറ്റൊരു വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നതാണ്. അത് ഭീരുതമാണ്, ഭീകരമാണ്. 4-ാം ക്ലാസ്സിലെ കുഞ്ഞിന് വരെ മുട്ടായി ഇത് കലർത്തി കൊടുക്കാൻ നോക്കിയെന്ന് പറയുമ്പോൾ കഷ്ടമല്ലേ? ശരി, അല്ല ഉറപ്പ് അതൊക്കെ ഒറ്റ ഉത്തരം ചോദിക്കട്ടെ. ഒറ്റ കാര്യം ചോദിച്ചോ. 51 വെട്ടി കൊന്നത് ഈ മാർഗം കണ്ടിട്ടാണോ? അപ്പൊ അങ്ങനെ സിനിമയെ മാത്രം ഇങ്ങനെ ചാരാൻ, എവിടെയെങ്കിലും ചാരാൻ വേണ്ടി ഒരു ഉപകരണമായി സിനിമയെ മാറ്റുന്നതിനോട് പൂർണ്ണമായി എനിക്ക് യോജിപ്പില്ല. ശരി, അല്ലല്ല, അങ്ങനെ പൂർണ്ണമായി ചാരാൻ കഴിയുകയുമില്ല, അങ്ങനെ പൂർണ്ണമായി ചാരുന്നുമില്ല. അതിൽ പല കാരണങ്ങളിൽ ഒന്ന് ആവർത്തിച്ച് വരുന്ന വയലൻസ് ആണെന്ന് ചോദിക്കുന്നു. ഞാൻ അങ്ങനെയൊക്കെ എത്താം. ഞാൻ എം എൻ നിഷാലേക്ക് എത്തും. ശ്രീ സാബു സ്റ്റീഫൻ ഈ സിനിമയ്ക്ക്, ഈ മാർക്കോ സിനിമയ്ക്കെതിരെ കോടതിയിലേക്ക് ഹർജിയുമായി ഒരു ഘട്ടത്തിൽ പോയ ആളാണ്. ശ്രീ സാബു സ്റ്റീഫൻ, എന്തുകൊണ്ടാണ് താങ്കൾ ആ സിനിമയ്ക്കെതിരെ മാത്രം ഈ പറഞ്ഞ നിയമ നടപടി സ്വീകരിക്കാനുള്ള ആലോചന തുടങ്ങിയത്? സാബു സ്റ്റീഫൻ. കാരണം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ സിനിമ എന്ന് പറയുന്നത് സമൂഹത്തിന് വേണ്ടിയായിരിക്കണം, സമൂഹത്തിന് നല്ലൊരു മെസ്സേജ് കൊടുക്കുന്നതായിരിക്കണം, സമൂഹത്തെ വഴിതെറ്റിക്കുന്നത് ആകരുത് എന്നുള്ള താല്പര്യത്തോടെയാണ് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയും ഇത്തരത്തിലുള്ള സമാനമായിട്ടുള്ള ആ ഫിലിം നേരിട്ട് കണ്ടതിന് ശേഷമാണ് ആ പെറ്റീഷൻ തയ്യാറാക്കി കൊടുത്തത്. ഇനി സിനിമ വ്യക്തമായിട്ട് പരിശോധിച്ചാൽ സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ്റെ 19 ഗൈഡ് ലൈൻസ് ഉണ്ട്. അതിൽ 16 എണ്ണത്തിൻ്റെ വയലേഷൻ ആണ്, ക്ലിയർ വയലേഷൻ ആണ് ഈ ഒരു സിനിമ. ഇതെങ്ങനെയാണ് സർട്ടിഫൈ ചെയ്തതെന്ന് അന്വേഷിക്കേണ്ട ഒരു വിഷയമാണ്. അത് തീരെ നിസ്സാരമായിട്ട് കാണാൻ പറ്റുന്നതല്ല. കൂടാതെ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ അതിൻ്റെ ഹിന്ദി വെർഷൻ ഉൾപ്പെടെ സർട്ടിഫൈ ചെയ്തിരിക്കുന്ന തിരുവനന്തപുരം ഓഫീസാണ്. ഹിന്ദി വെർഷൻ ഏത് ഫിലിമിലും ഡബ്ഡ് വെർഷൻ ആണെങ്കിൽ ഹിന്ദി ഫിലിം സർട്ടിഫൈ ചെയ്യേണ്ട ബോംബെയിലാണ്. പക്ഷേ അതിൻ്റെ വയലേഷനായിട്ടാണ് ഈ ഫിലിം ഹിന്ദി ഉൾപ്പെടെ തിരുവനന്തപുരത്ത് സർട്ടിഫൈ ചെയ്തിരിക്കുന്നത്. ഇനി അതിൻ്റെ ഫസ്റ്റ് ഗൈഡ് ലൈൻസിൽ ഫസ്റ്റ് ഇൻ പെർസോൺസ് ഓഫ് ദ എബോ ഒബ്ജക്റ്റീവ്സ് ദ സെൻട്രൽ ഫിലിം സർട്ടിഫിക്കേഷൻ ഷാൽ അതെ, അതിൽ ഫസ്റ്റ് ഗൈഡ് ലൈൻസ് ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റീസ് സച്ച് എസ് വയലൻസ് ആർ നോട്ട് ഗ്ലോറിഫൈഡ് ഓർ ജസ്റ്റിഫൈഡ്. ഈ സിനിമയിൽ എന്താണ്, തുടക്കം മുതൽ അവസാനം വരെ
ക്രൈംസും വയലൻസും ഗ്ലോറിഫൈ ചെയ്യുന്ന രംഗങ്ങളാണ് കാണുന്നത്. അല്ല സാബു സ്റ്റീഫൻ, കൂടാതെ ഇത് killing സാബു is പറയണ്ട, easy. ഇത് സാബു പറയണ്ട. ഇതിന്റെ പ്രൊമോഷൻ സമയത്ത് അണിയറ പ്രവർത്തകർ തന്നെ പറയുന്നത് തന്നെയാണ്. ഗ്ലോറിഫൈ ചെയ്ത എന്ന വാക്ക് ഉപയോഗിക്കുന്നില്ല എന്നുള്ളൂ. ഈ സിനിമയുടെ തീം എന്ന് പറഞ്ഞാൽ ദ മോസ്റ്റ് വയലന്റ് സിനിമ എന്നതാണ് അതിന്റെ USP. ഇത് ഇവർ വീട് വീടാനന്തരം കയറി ഞങ്ങളുടെ സിനിമ കാണാൻ വരൂ എന്ന് പറഞ്ഞില്ലല്ലോ. ഈ സിനിമ 100 കോടി ക്ലബിലേക്ക് എത്തിയെങ്കിൽ അത് 18+ മുകളിലുള്ള ആളുകൾ മാത്രം പോയി കണ്ടു എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയൊന്നുമല്ല. അത് ഫാമിലി ഓഡിയൻസ് കാണാതെ അത് ഈ പറഞ്ഞ 100 കോടി ക്ലബിലേക്ക് എത്തുമോ? അത് കാണാൻ ആളുണ്ട്, അതിനെ കാണാൻ ആളുണ്ട്. ബിലോ 15 ഉൾപ്പെടെ. അതെ. ഇനി അതിൻ്റെ സോഷ്യൽ ഇമ്പാക്റ്റ് കൂടെ നോക്കണം. ഇത്തരത്തിൽ വയലേറ്റ് ചെയ്ത് ഗൈഡ് ലൈൻസ് വയലേറ്റ് ചെയ്ത് സിനിമ സർട്ടിഫൈ ചെയ്തു. സോഷ്യൽ ഇമ്പാക്റ്റ് എന്താണ്? ഫിലിം ഇറങ്ങിയതിന് ശേഷം നടന്ന എല്ലാ ഇൻസിഡൻറ്റ് പരിശോധിച്ചാലും അതിൽ യങ്സ്റ്റേഴ്സാണ് അതിലെ ഇത് ക്രിമിനൽസ് ആയിട്ട് വരുന്നത്. അതിൽ ഇത് നമ്മുടെ ഒരു പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യുന്ന ടൈം എന്ന് പറയുന്ന ഷോർട്ട് ടൈമിൽ ഓരോ പ്രൊസീജിയറും ഓരോ കില്ലിങ്ങും മർഡറും അറ്റാക്കും കംപ്ലീറ്റ് ചെയ്യുന്നു. എങ്ങനെയാണ് ഇത്രയും ഷോർട്ട് ടൈമിൽ മൾട്ടിപ്പിൾ ഇൻസിഡൻസ് ഇത്തരത്തിൽ സമൂഹത്തിൽ നടക്കുന്നത്? ഈ കൊച്ചു കേരളത്തിൽ നടന്നത് ചെറുപ്പക്കാരുൾപ്പെടെ ബിലോ 15 ഉൾപ്പെടെ ഉള്ളവർ ഇതിൻ്റെ അറ്റാക്കേഴ്സായിട്ട് ക്രിമിനൽസായിട്ട് വരുന്നുണ്ട്. അവർ മറ്റേ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് അനുസരിച്ച് രക്ഷപ്പെടുന്നു. അതല്ല സോഷ്യൽ ഇമ്പാക്റ്റ്. നമുക്ക് സമൂഹത്തിൽ ഇറങ്ങി നടന്നാൽ ആരോടും സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ആരേത് സമയത്ത് കത്തിയെടുക്കുമെന്ന്, മാർക്കോ മോഡലിൽ കത്തിയെടുക്കുമെന്ന് നമുക്കറിയാം, പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ്. ഇനി രണ്ടാമത്, ഇതിനെതിരെ ആരെല്ലാമാണ് പ്രതികരിക്കേണ്ടത്? ഇതിൽ CM-ന് പെറ്റീഷൻ കൊടുത്തു. ആ പെറ്റീഷൻ എവിടെ എത്തി? അത് മിനിസ്ട്രി ഓഫ് കൾച്ചർ വഴി നമ്മുടെ കേരള ഫിലിം അക്കാഡമിയിലെത്തി ഞങ്ങളുടെ കൈകൾ ശുദ്ധമാണ്, ഞങ്ങളുടെ റോൾ അല്ലെന്ന് പറഞ്ഞ് അവരൊഴിയുകയാണ്. DGPക്ക് പെറ്റീഷൻ കൊടുത്തു. അത് നമ്മുടെ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷൻ ഓഫീസിലെ ഫ്രീസറിലോ മോർച്ചറിയിലോ അത് റെസ്റ്റ് എടുക്കുകയാണ്. ഇനി പോസ്റ്റ്മോർട്ടം ഉണ്ടോ ഇല്ലയെന്ന് അറിഞ്ഞുകൂടാ. അത്തരത്തിൽ നമ്മുടെ അധികാരികൾ ഇപ്പോൾ നടക്കുന്ന ഇൻസിഡൻറ്റ് പരിശോധിച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ഗവൺമെൻറ്റയുടെ സ്പോൺസേഡ്, കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്തമായിട്ടുള്ള സ്പോൺസേഡ് പ്രോഗ്രാമാണ് ഈ ഫിലിമും അതിനുശേഷം നടക്കുന്ന സോഷ്യൽ ഇൻസിഡൻസും. സമൂഹത്തിന്റെ കടപ്പാട് ഇവർ മറന്നു എന്നാണ് താങ്കൾ പറഞ്ഞത്. ഞാൻ ചോദിക്കുന്നത് ഇതേ ആർജവത്തോടെ അദ്ദേഹത്തോട് ആദ്യം പറയട്ടെ, ഏത് ഭാഷയും എവിടെയും സെൻസർ ചെയ്യപ്പെടാം, അത് പഴയ നിയമമാണ്. 2, സെൻസർ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് കേരള സംസ്ഥാന ഗവൺമെന്റിന്റെ അണ്ടറിലല്ല. അടുത്തൊരു തിരുത്ത് അദ്ദേഹത്തിന് ചോദിക്കുന്നത്, TV സീരിയലുകൾ, വെബ് സീരീസ്, അതോടൊപ്പം തന്നെ യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം, ഇതൊക്കെ സെൻസർ ചെയ്യപ്പെടണമെന്ന് എന്തുകൊണ്ട് താങ്കൾ പറയുന്നില്ല? അതിൽ കാണിക്കുന്ന ഇതിലും ഭീകരമായ വയലൻസ് ആണ്. ഞാൻ താങ്കളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ കാര്യത്തിൽ മാത്രം, സിനിമയോട് മാത്രം. എന്തിനാണ് ചോദ്യം? ശരി, ഞാനത് അടുത്ത ഘട്ടത്തിൽ സാബു സ്റ്റീഫനിലേക്ക് അദ്ദേഹമാരോട്. M. A. നിഷാദ്, ഇവിടെ വാർത്തയ്ക്കകത്ത് നമുക്ക് ചോര കാണിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കൊലപാതക ദൃശ്യങ്ങളിലോ അല്ലെങ്കിൽ ഇപ്പോൾ എന്താണ് കാട്ടുപന്നി വെടിവെച്ച് കൊന്നു നോക്കൂ, ചോര ഉണ്ടാവുമല്ലോ. ചോര നമുക്ക് ബ്ലർ ചെയ്ത് കാണിക്കാൻ പറ്റുള്ളൂ. അതാണ് നമുക്കുള്ള ഗൈഡ് ലൈൻ മാനദണ്ഡം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഗൈഡ് ലൈൻ മാനദണ്ഡം കർശനമായി പാലിക്കേണ്ട. M. A. നിഷാദ്, ഇപ്പോൾ ഈ പറയുന്ന മാർക്കോ സിനിമ കണ്ടു തുടങ്ങുമ്പോൾ നമുക്ക് അയ്യോ എന്ന് തോന്നും. സിനിമ അവസാനത്തേക്കൊന്നും നമ്മുടെ ആ അയ്യോയുടെ സംഭവം കുറഞ്ഞു വരികയാണ്. നമ്മൾ അതിനോട് താതാത്മ്യം പ്രാപിക്കുകയാണ്. ദ കിൽ എന്നൊരു ഹിന്ദി സിനിമയുണ്ട്. ആ സിനിമ എനിക്ക് തോന്നുന്നു മാർക്കോയേക്കാൾ കൂടുതൽ വയലന്റ് സിനിമയാണ് ആ സിനിമ. സത്യം പറഞ്ഞു M. A. നിഷാദ്, ആ സിനിമ കണ്ടിട്ടുള്ളവർ ആ സിനിമ തീരുമ്പോഴേക്കും കൊലപാതകത്തിൽ ഒരു പരിധിവരെ സ്ലൈറ്റായി ആവേശം കണ്ടെത്തുന്ന അവസ്ഥയുണ്ട്. M. A. നിഷാദ്, സമൂഹത്തോട് ഉത്തരവാദിത്വം സിനിമയ്ക്ക് വേണ്ടേ? തീർച്ചയായിട്ടും സമൂഹത്തോട് ഉത്തരവാദിത്വം സിനിമയ്ക്ക് വേണം. അപകടകരമായ ഒരു സ്ഥിതിവിശേഷമാണിത്, ആശങ്കാജനകമാണ്. സ്വാഭാവികമായിട്ടും സിനിമ സമൂഹത്തെ സ്വാധീനിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും സ്വാധീനിക്കുന്നുണ്ട്. ഇല്ല എന്നാര് പറഞ്ഞാലും അവർ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ്. കാരണം സമൂഹത്തിൽ ഒരാളെയെങ്കിലും അത് സ്വാധീനിച്ചിട്ടുണ്ടെങ്കിൽ, അത് നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും അത് സ്വാധീനിക്കപ്പെടുന്ന ഒരു വലിയൊരു മാധ്യമം തന്നെയാണ് സിനിമ ജനങ്ങളോട് സംവേദിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് മുമ്പ് സംസാരിച്ചവർ പറഞ്ഞതിൻ്റെയൊക്കെ കുറേ ശരികളുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. സമൂഹത്തിലെ എല്ലാ അക്രമത്തിനും കാരണം സിനിമയാണോ എന്ന് ചോദിച്ചാൽ അതുമല്ല. പക്ഷേ സിനിമയ്ക്ക് ഒരുപാട് റോളുണ്ട് ഈ കാലഘട്ടത്തിൽ. പ്രത്യേകിച്ചും മയക്കുമരുന്ന് ഗ്ലോറിഫൈ ചെയ്ത് ഇവിടെ സിനിമ ഇറങ്ങിയിട്ടുണ്ട്. അവരിലെ പുറകിൽ പ്രവർത്തിച്ച അവരുടെ അണിയറക്കാരൊക്കെ ഇപ്പോൾ മനംമാറ്റം വന്നതിൽ വളരെ സന്തോഷിപ്പിക്കുന്ന വ്യക്തിപരമാണ്. ഞാൻ അന്നും അതിനെ എതിർത്ത് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു യുവതലമുറയെ വഴിതെറ്റിക്കുന്ന കാര്യത്തിൽ അറിഞ്ഞോ അറിയാതെയോ സിനിമാ പ്രവർത്തകർ അല്ലെങ്കിൽ ചില സിനിമകൾക്ക് പങ്കുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനി സിനിമ തിന്മയെ മാത്രമല്ല നന്മയെയും സ്വാധീനിക്കുന്നുണ്ട്.
ഇപ്പോൾ നീലാകാശം പച്ചക്കടൽ ചുവന്ന ഭൂമി എന്ന് പറഞ്ഞ സിനിമ, ആ സിനിമയ്ക്ക് ശേഷം നമ്മുടെ റോയൽ എൻഫീൽഡ് ക്ലാസിക്കിന് ഒരുപാട് വിൽപ്പന കൂടി. കാരണം ജനങ്ങൾ, കുട്ടികൾ ഈ കൂടുതൽ ബൈക്കിൽ ട്രാവൽ ചെയ്യാനും, അത് മോശമായ രീതിയിലല്ല നല്ല രീതിയിൽ നാട് കാണാനും ഇറങ്ങി എന്നുള്ളത് ഒന്ന്. ഉസ്താദ് ഹോട്ടലിൽ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ സുലൈമാനിയും ഭക്ഷണപാനീയങ്ങളും കൂടുതൽ ആളുകൾ കൂടുതൽ ആകർഷകരായി. മീശ പുലിമലയുടെ മഞ്ഞ് കണ്ടിട്ടുണ്ടോ എന്ന് ചാർലിയുടെ ഒരു ഒറ്റ ഡയലോഗിൽ അവിടെ സഞ്ചാരികൾ കൂടി. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതുകൊണ്ട് വിവിധ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന നടീനടന്മാർ, അവരുപയോഗിക്കുന്ന വസ്ത്രങ്ങൾ, അവരുടെ മേക്കപ്പ്, അവരുടെ ഹെയർ സ്റ്റൈൽ, ഇതൊക്കെ അനുകരിക്കാൻ ഒരു തലമുറ ഇവിടെയുണ്ട്. അതൊക്കെ അത്തരം കാര്യങ്ങളൊക്കെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ വിപണനം തന്ത്രം കണ്ടുകൊണ്ട് പലരും ഇൻഫിലിമിലൂടെ പലതും പ്ലേസ്മെൻറ്റ് ചെയ്ത് സിനിമയിലൂടെ കാണിക്കുന്നു. അപ്പോൾ സിനിമ സ്വാധീനിക്കുന്നില്ല എന്നാരെങ്കിലും പറഞ്ഞാൽ അത് ശരിയല്ല എന്നുള്ള ഇതിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇനി സെൻസർ നിയമങ്ങളെപ്പറ്റിയും മറ്റു കാര്യങ്ങളെപ്പറ്റിയൊക്കെ ഇവിടെ ചർച്ചയുണ്ടായി. തീർച്ചയായിട്ടും ഈ സിനിമയ്ക്ക് എങ്ങനെ സെൻസർ കിട്ടിയെന്നുള്ളത് അത്ഭുതമുളവാക്കുന്ന കാര്യമാണ്. കാരണം സെൻസർ പിന്നെ പല കാര്യങ്ങൾക്കും ഞങ്ങളുമൊക്കെ സിനിമയിൽ പോകുമ്പോൾ എൻ്റെ ഒരു ഇത് പറഞ്ഞാൽ ആയുധം എന്ന് പറഞ്ഞ സിനിമ, ആയുധം എന്ന് പറഞ്ഞ സിനിമയിൽ പാണ്ഡി എന്ന് പറയുന്ന എന്തോ ഒരു ഡയലോഗ്, ആ ഡയലോഗ് കട്ട് ചെയ്യണമെന്ന് ഒരു സെൻസർ ബോർഡ് മെമ്പർ ഭയങ്കരമായിട്ട് പ്രശ്നം. അതിനകത്ത് വേറെ ഒന്നുമില്ല. ആയുധമല്ല, സോറി, കിണർ എന്ന് പറഞ്ഞ സിനിമ വളരെ സോഷ്യലി റിലവൻ്റ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റായിരുന്നു. അതിനകത്ത് പാണ്ഡി എന്ന് വിളിക്കുന്ന പാണ്ഡിപ്പട എന്ന് പറഞ്ഞൊരു സിനിമ വരെ ഇവിടെ വന്നിട്ടുണ്ട്. ആ ഒരു വാക്കിൻ്റെ പുറത്ത് സെൻസർ ബോർഡ് മെമ്പർമാർ ഒരു മെമ്പർ ഭയങ്കരമായ പ്രശ്നമുണ്ടാക്കി. അത് എന്തിനാണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായില്ല. പിന്നീടാണ് മനസ്സിലായത് അയാളുടെ ഇരട്ട പേര് പാണ്ഡിയാണെന്നാണ്. അപ്പോൾ വളരെ ബയാസ്ഡ് ആയിട്ടാണ് ഈ സെൻസർ ബോർഡിലെ ചില ആളുകൾ, ഇപ്പോഴത്തെ ആളുടെ കാര്യമല്ല പറയുന്നത്. അപ്പോൾ ഇതുപോലുള്ള വളരെ അക്രമം കാണിക്കുന്ന ബ്ലഡ് ഷെഡ്സ് ഉള്ള സിനിമകൾക്കൊക്കെ സെൻസർ കൊടുത്തുകൊണ്ട് എന്ത് തരം സന്ദേശമാണ് ഈ സമൂഹത്തിലേക്ക് അവർ വെക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇനി ഇതിൻ്റെ നിർമ്മാതാവ് തന്നെ ഒരു കുറ്റസമ്മതം പോലെ പറഞ്ഞിരിക്കുന്നു, ഞാൻ ഇതുപോലുള്ള സിനിമകൾ ഇനി എടുക്കില്ല എന്നുള്ളത്. അപ്പോൾ അദ്ദേഹത്തിനും കുറ്റബോധം ഉണ്ടായി എന്നുള്ളത് സത്യമല്ലേ? പല കോണുകളിൽ നിന്നും അതിൻ്റെ സംവിധായകനും മറ്റൊരു കേസെടുക്കണമെന്നുണ്ട്. അതൊന്നും പ്രാവർത്തികമല്ല. ഒരു സിനിമ ഒരു കഥാകൃത്ത് വന്നൊരു സിനിമ പറയുമ്പോൾ അത് എടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന അതിൻ്റെ നിർമ്മാതാവും അതിൻ്റെ സംവിധായകനുമാണ്. സമൂഹത്തോട് പ്രതിബദ്ധതയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം വയലൻസ് നിറഞ്ഞ കാര്യം ഈ സമീപ ഭാവിയിലൊന്നും ഇതുപോലെ വയലൻസ് നിറഞ്ഞ നമ്മുടെ കൊച്ചു കേരളത്തിൽ ഇതുപോലൊരു സിനിമ ഉണ്ടായിട്ടില്ല. ആ സിനിമ ഞാൻ പേരെടുത്ത് പറയുന്നില്ല. ആ സിനിമ മാത്രമല്ല, അറേ ഓഫ് ഫിലിംസ് ആർ ദെയർ, ഇല്ലെന്ന് പറയുന്നില്ല. എല്ലായിടത്തും നമ്മളുമൊക്കെ സിനിമയിൽ വയലൻസ് സമൂഹത്തിൻ്റെ ഭാഗമാണ്, വയലൻസ് ഉണ്ടാവും. പക്ഷേ ഇത്രയും മൃഗീയമായ രീതിയിൽ, ഇത്രയും ക്രൂരമായ രീതിയിൽ ഇത് കാണിക്കുകയും അതനുസരിച്ച് ചെറുപ്പക്കാർ അതിൽ ആകർഷകരാകുകയും അവരിൽ നിന്നൊരു അക്രമാവാസന മയക്കുമരുന്നിൻ്റെ കൂടെ സജീവ് നന്ദിയാട്ടൊക്കെ സൂചിപ്പിച്ചതുപോലെ ഈ ലഹരിക്ക് അടിമയാളുകയും മയക്കുമരുന്നിൻ്റെ കൂടെ ഈ ഹീറോ വർഷിപ്പ് ഒരു കാര്യം മനസ്സിലാക്കണം ഹാഷ്മി, ആൻറ്റഗണിസ്റ്റും പ്രോട്ടഗണിസ്റ്റുമായിട്ടുള്ള അന്തരം വളരെ കുറഞ്ഞിരിക്കുന്നു ഈ സിനിമകളിൽ. ഇന്ന് വില്ലനിസമാണ് ഹീറോ ആയി മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ഹീറോ വർഷിപ്പ് കിട്ടുന്നത് മുഴുവൻ വില്ലൻ ചെയ്യുന്ന കാര്യങ്ങൾ. പണ്ടത്തെ കാലത്ത് അങ്ങനെ ചിന്തിക്കാൻ പറ്റൂ. അപ്പോൾ ഞാൻ കാലാനുസൃതമായ മാറ്റം ഉണ്ടാവണം, തീർച്ചയായിട്ടും ഇപ്പോൾ പുതിയ രീതിയിലൊക്കെ ചിന്തിക്കണം. പക്ഷേ അതിനു മുമ്പായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യമുണ്ട്. ഇത്തരം സിനിമകൾ കൊണ്ട് എന്താണ് നേട്ടം? ഇപ്പോൾ നേരത്തെ താങ്കൾ 100 കോടി ക്ലബ്ബ് എന്ന് പറഞ്ഞു. 1 കോടി ജനങ്ങൾ കണ്ടാലേ ഈ പറഞ്ഞ ഗ്രോസ് കളക്ഷനോടുകൂടി 100 കോടിയൊക്കെ എത്തത്തുള്ളൂ. അങ്ങനെ 1 കോടി ജനങ്ങൾ ആ സിനിമ കണ്ടിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതിനെപ്പറ്റിയൊക്കെ വളരെ ചർച്ച വരികയും ആ 100 കോടിയൊക്കെ വെറും തള്ളാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാനത് പറയുമ്പോൾ ആദ്യം എനിക്കെതിരായിട്ട് ഒരുപാട് ആരോപണങ്ങളായിരുന്നു. എന്നെ പേഴ്സണലായിട്ട് അറ്റാക്ക് ചെയ്യാനായിരുന്നു ഒരു സംഘം ഫാൻസുകാർ പിള്ളേരൊക്കെ. പക്ഷെ അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ 100 കോടി ക്ലബ്ബും മറ്റ് കാര്യങ്ങളുമൊക്കെ തള്ളുന്നവർ അവർ സാമ്പത്തിക ലാഭം ഉണ്ടായിക്കൊണ്ട് പോകുന്നു എന്നുള്ള ഒന്നും. 2, ഇത്തരം സിനിമകളൊക്കെ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണോ വേണ്ടത് പൊതുസമൂഹമാണ് ചിന്തിക്കേണ്ടത്. 2, മൂന്നാമത്തെ വേറെ കാര്യം, തിയേറ്ററുകാർ പറഞ്ഞ കാര്യം സജി സൂചിപ്പിച്ചു. ഒരു എ സർട്ടിഫിക്കറ്റ് ഉള്ള സിനിമയിൽ അത് കാണാൻ കുടുംബവുമായിട്ട് വരുമ്പോൾ തിയേറ്ററുകാർ തടയുമ്പോൾ ഇല്ല പറ്റില്ല എന്ന് പറഞ്ഞ് ബഹളം വെക്കുന്ന മാതാപിതാക്കന്മാർക്കാണ് ആദ്യമായിട്ട് ഇവിടെ ക്ലാസ് കൊടുക്കേണ്ടത്. അവരാണ് പ്രശ്നം. ഈ 90 കിഡ്സ് മാതാപിതാക്കന്മാരാണ് ഇതിനെ ഒരു സീരിയസ്നെസ്സും ഇല്ലാതെ ഈ കാര്യങ്ങൾക്ക് എല്ലാം സമ്മതിച്ച് കൊടുത്ത് അവസാനം അവർക്ക് പുലിവാലായി മാറുന്നത്. ഇപ്പോൾ തീർച്ചയായും ഇത് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട വിഷയമാണ്. ഇതിന് പൊതുസമൂഹം ഒന്നായിട്ട് ഇറങ്ങിക്കഴിഞ്ഞ് ഇതിനെതിരായിട്ട് ശക്തമായി നമ്മുടെ അധികാരികളുടെ കൂടെ നിന്നുകൊണ്ട് പടപൊരുതിയില്ല എങ്കിൽ ഒരു വല്ലാത്ത ലെവലിലേക്കാണ് ഇത് പോകുന്നത്. 100% സത്യമാണ്. രാഹുൽ ഈശ്വർ, ഇവിടെ
നോക്കൂ, പഞ്ചാബാണ് ഏറ്റവും അധികം ലഹരി ഹബ്ബ്. കേരളം വലിയ ഹബ്ബൊന്നുമല്ല. കേരളത്തിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കേസെടുക്കുന്നത്. പക്ഷേ ഏറ്റവും കൂടുതൽ കഞ്ചാവ് പിടിക്കുന്നത്, ലഹരി പിടിക്കുന്നത് ഇവിടൊന്നും അല്ല എന്നൊക്കെ ന്യായം വന്നാലും ഈ ദിവസങ്ങൾ നമ്മൾ കാണുന്നതും കേൾക്കുന്നതും എത്രത്തോളം ഭീകരമായ കാര്യങ്ങളാണ്. എനിക്ക് തന്നെ കേരളത്തിന് ഇപ്പോൾ 1-2 ചർച്ചകൾ കഴിയുമ്പോഴേക്കും കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും കുട്ടികളടക്കം അയക്കുന്ന മെസ്സേജുകൾ വായിച്ചാൽ തലപെരുത്തു പോകും. അയക്കുന്ന ദൃശ്യങ്ങൾ കണ്ടാൽ തലപെരുത്തും. ഏറ്റവും ഒടുവിൽ ഒരാൾ അയച്ചത് ഒരു പാറപ്പുറത്ത് കുറേയധികം കുട്ടികൾ, തീരെ ചെറിയ കുട്ടികൾ ഇരിക്കുന്നു. അതുങ്ങളുടെ കയ്യിൽ ഇപ്പോൾ പ്ലാസ്റ്റിക് കവറുണ്ട്. പ്ലാസ്റ്റിക് കവറിലേക്ക് എന്തോ ഒരു പെയിന്റ് ഒഴിച്ചിട്ട് അതിങ്ങനെ മണക്കുകയാണ്. അതിങ്ങനെ മണത്ത് ബോധം കെട്ട് വീഴുന്ന കുറേയധികം കുട്ടികളുടെ ദൃശ്യങ്ങൾ. ഞാൻ സ്ഥലം എവിടെയാണെന്ന് പറയുന്നില്ല, നമുക്ക് അടുത്തുള്ള സ്ഥലമാണ്. രാഹുൽ ഈശ്വർ, അത്രത്തോളം ഭീകരമാണ് ഗ്രൗണ്ട് ലെവലിൽ ഈ പറഞ്ഞ കുട്ടികളെ, സ്കൂൾ കുട്ടികളെ അടക്കം അത്രത്തോളം അങ്ങേയറ്റം ഭീകരമാണ് ലഹരി വാഴ്ച എന്ന കാര്യത്തിൽ തർക്കമില്ല. അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ വളരെ സജീവമായി നടക്കുന്നു. ഈ പറയുന്ന അക്രമ സംഭവങ്ങൾ കാരണങ്ങൾ ഒന്ന് അതാണോ എന്നതിനെക്കുറിച്ച് വളരെ സീരിയസ് ആയ ചർച്ചകൾ നടക്കുന്നുണ്ട്. അത് പറയുമ്പോഴും ഈ ചെന്താമര അടക്കം നടത്തിയ കൊലപാതകങ്ങൾ ലഹരിക്കടിമയായിട്ടല്ലല്ലോ എന്ന മറുചോദ്യം ഉയരുന്നുണ്ട്. ഈ പല കാരണങ്ങളിൽ ഈ സിനിമയിലെയും കൂടി വരുന്ന വയലൻസ് ഒരു കാരണമാണോ എന്നത് അക്കാദമികമായി തന്നെ സർക്കാർ പഠിക്കേണ്ടതല്ലേ രാഹുൽ ഈശ്വർ? വളരെ സത്യമാണ് ഹാഷ്മി. നമുക്ക് വാദങ്ങളും മറുവാദങ്ങളും ഈസി ആയിട്ട് ഉണ്ടാക്കാം, ആൾക്കാർക്ക് എന്ത് വാദങ്ങളും ഉണ്ടാക്കാം. പക്ഷേ 2003 ദ ഇൻഫ്ലുവൻസ് ഓഫ് മീഡിയ വയലൻസ് ഓഫ് യൂത്ത്, ക്രെയ്ഗെ ആൻഡേഴ്സൺ, ലിയോണാർഡ് എഡ്വാർഡ് എന്നിവരുടെ പഠനം അസോസിയേഷൻ ഫോർ സൈക്കോളജിക്കൽ സയൻസസിൽ പ്രസിദ്ധീകരിച്ചു. അതിൽ വളരെ കാറ്റഗറിക്കലായി, എംപിരിക്കലായി, തെളിവ് സഹിതം തെളിയിക്കുന്ന കാര്യം മീഡിയ വയലൻസും സിനിമാ വയലൻസും യുവാക്കളെ, കുട്ടികളെ കൂടുതൽ വയലൻസിന് താല്പര്യമുള്ളവരാക്കി, വയലൻസിലേക്കാക്കി എന്ന കാറ്റഗറിക്കൽ പഠനങ്ങളുണ്ട്. അപ്പൊ അതൊരു സത്യമാണ്, റിസർച്ചിലൂടെ അടക്കം ലോകത്തെ പല ഭാഗങ്ങളിൽ കണ്ടെത്തിയ ഒരു സത്യമാണ്. 2, സിനിമ നൂറ്റാണ്ടിന്റെ കലാരൂപമാണ്. എല്ലാ കലാരൂപങ്ങളുടെയും ഒരു സമന്വയവും സിനർജിയുമാണ് സിനിമ. അതുകൊണ്ടാണ് സിനിമ കൂടുതൽ റെസ്പോൺസിബിൾ ആണോ എന്ന് പറയുന്നത്. നേരത്തെ ശ്രീ നിഷാദ് സാർ പറഞ്ഞതുപോലെ ഞാൻ ഓർക്കുകയായിരുന്നു, റെയ്ബാൻ, ടോപ്പ് ഗൺ എന്ന് പറയുന്ന ടോം ക്രൂസിന്റെ സിനിമ 1986 ഇറങ്ങുമ്പോൾ അത് റെയ്ബാൻ എന്ന് പറയുന്ന നമ്മൾ പലരും ധരിക്കുന്ന ആ ഗ്ലാസിന്റെ ചരിത്രം തന്നെ മാറ്റിയുണ്ടായി. അത്രയധികം കൂടുതൽ സെയിൽസ് ബൂസ്റ്റായി. നമ്മുടെ മലയാളത്തിൽ ആടുതോമയടക്കം അത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് അതിനോടൊരു താല്പര്യം ഉണ്ടാവും. കാര്യം സിനിമയ്ക്ക് ആ ഇൻഫ്ലുവൻസ് ഉണ്ട്. മാർക്കോ ആകട്ടെ, കില്ലാകട്ടെ, ആനിമൽ ആകട്ടെ, സിനിമ വൈസ് ചില മെച്ചങ്ങൾ കാണാം. പക്ഷേ ഓവർ വയലൻസ് ആണെന്ന് പറയാതിരിക്കാൻ വയ്യ. ഇത് ആനിമൽ, ഈ കാര്യം അറിയാതെ ഞാനും വൈഫും മകനും കൂടെ കാണാൻ പോയി. നമ്മുടെ തിരുവനന്തപുരം ലുലു മാളിലായിരുന്നു. മകനെ കേറ്റില്ലെന്ന് പറഞ്ഞപ്പം ഇതേപോലെ ഞാൻ പ്രതിഷേധിച്ചു. ഞാൻ പറഞ്ഞു, അവന്റെ വയലൻസ് ഒരുവൻ കണ്ണടച്ച് ഞാൻ വെച്ചോളാം, എന്റെ മോനല്ലേ, ഞാൻ നോക്കിക്കോളാം ഒക്കെ. അവർ സ്ട്രിക്റ്റ് ആയി പറഞ്ഞു, ലുലു മാളിൽ കേറ്റിയില്ല. പക്ഷെ പിന്നീട് ഞാൻ ആ സിനിമ കണ്ടോ മനസ്സിലായി എന്റെ ഭാഗം തെറ്റായിരുന്നു, അവരായിരുന്നു ശരിയെന്ന്. കാര്യം ആനിമൽ പോലൊരു സിനിമ ഒരു 8 വയസ്സുള്ള 9 വയസ്സുള്ള കുട്ടി ഒരു കാരണവശാലും കാണരുത്. അല്ലെങ്കിൽ അല്ല, ഇത് ഒരു കാര്യം കൂടെ, ഇത് നമുക്ക് ചെറുത് കേട്ടോ. അതെ അതെ അതെ, അല്ല ആനിമൽ പോലും ആനിമൽ ആകട്ടെ, നേരത്തെ അങ്ങ് പറഞ്ഞ പോലെ കില്ലാകട്ടെ. ഇപ്പൊ ഈ ഓഫീസർ ഓൺ ഡ്യൂട്ടി ഗംഭീര സിനിമയാണ്, ചാക്കോച്ചന്റെ ഏറ്റവും മികച്ച പ്രകടനമാണ്. പക്ഷെ അതിലും ഒരു സീനുണ്ട്, ഒരു ഗർഭിണിയെ ചവിട്ടുകയാണ്. അത് ഒരു ക്യാരക്ടറിനെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നതാണ്. പക്ഷെ എന്ത് കുറ്റമാണെങ്കിലും ഒരു ഗർഭിണിയെ ചവിട്ടുക പോലുള്ള കാര്യങ്ങൾ ഒരു കാരണവശാലും ചെയ്യരുത് എന്നൊരു മാന്യതയും മര്യാദയും നമുക്ക് വേണം നമ്മുടെ സിനിമകളിൽ. അതായത് പ്രഗ്നന്റ് ആയ സ്ത്രീ, അവർ മാല മോഷ്ടിച്ചുകൊണ്ടായിരിക്കാം, അവർ എന്ത് തെറ്റും ചെയ്യട്ടെ, കാര്യം അകത്തൊരു കുഞ്ഞുള്ളതല്ലേ. അപ്പൊ ഒരു ഗർഭിണിയെ ചവിട്ടുന്നതല്ല ക്യാരക്ടർ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നത്. അതുകൊണ്ട് ഗർഭിണിക്കെതിരെയുള്ള അതിക്രമങ്ങൾ നമ്മൾ സിനിമയിൽ കണ്ട് അയ്യോ എന്ന് വല്ലാതെ പറയും. പക്ഷേ റിയൽ ലൈഫിൽ, റിയൽ കലാപങ്ങളിലൊക്കെ നമ്മൾ കേട്ടതും വായിച്ചതും ഒക്കെയാണ് കേട്ടോ. അല്ല, അവിടെയാണ് എന്താ അറിയോ എന്റെ ഹാഷ്മിജി, എന്റെ പ്രശ്നം എന്ന് പറഞ്ഞാലേ, ഈ സിനിമയിൽ കാണുന്നത് കൂടുതൽ എരുതിയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെ ഒരുപാട് ആൾക്കാരെ നെഗറ്റീവ്ലി ഇൻഫ്ലുവൻസ് ചെയ്യും. എല്ലാരെയും ഒരേപോലെ അല്ല ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. മഹാത്മാഗാന്ധി ഹരിചന്ദ്രൻ നാടകം കണ്ട് സത്യസന്ധരായി എന്ന് പറയുന്നു. മഹാത്മാഗാന്ധി ഒറ്റയ്ക്കല്ലല്ലോ കണ്ടത്, ഒരുപാട് പേര് കണ്ടില്ലേ, അവരാരും സത്യസന്ധരായില്ല. ഓരോ വ്യക്തികളിലും ഓരോ ഇമ്പാക്റ്റ് ആണ്. കുറച്ചുകൂടെ ശാസ്ത്രീയമായി പറഞ്ഞാൽ പ്രൊക്ലിവിറ്റി, ടെൻഡൻസി, വാസന ഓരോരുത്തരിലും ഓരോ രീതിയിലാണ്. അപ്പം കുറച്ച് വയലന്റ് ബെൻഡ് ഓഫ് മൈൻഡ് ഉള്ളവരെ കൂടുതൽ വയലൻസിലേക്ക് തള്ളിവിടാനും സമൂഹത്തിൽ കൂടുതൽ വയലൻസും കൂടുതൽ എക്സ്ട്രീമിറ്റിയും ഉണ്ടാക്കാനും ഇതിന് സാഹചര്യവും സന്ദർഭവും ഉണ്ടാവും. അവിടെയാണ് എന്ന് പറഞ്ഞ് എല്ലാവരും പഴയ നമ്മുടെ പ്രേം നസീറിനെ പോലെ ഏറ്റവും പരിശുദ്ധ നായകൻ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്കും സിനിമ യാഥാർത്ഥ്യബോധത്തോടെ എടുക്കാൻ കഴിയില്ല. അവിടെയാണ് ചില ലക്ഷ്മണരേഖകൾ നമുക്ക് ഉണ്ടാകണം. അതിന് നമ്മുടെ സെൻസർ ബോർഡ് ഉണ്ടാവണം, സർട്ടിഫിക്കേഷൻ ഉണ്ടാകണം, അതിന് പരിധികളും പരിമിതികളും വേണം. മാധ്യമങ്ങളുടെ ശ്രീ രഞ്ജിനി മാഡത്തിന്റെയും ശ്രീ സജി നന്ദിയാട് സാറിന്റെ അടക്കമുള്ള ആൾക്കാർ, സിനിമാ മേഖലയിൽ നിന്ന് വരുന്നവർ തന്നെ, അല്ലെങ്കിൽ ശ്രീ നിഷാദ് അടക്കമുള്ളവർ മുമ്പോട്ട് വന്ന്
കുറച്ച് കൂടുതലാണ് ഇത്തരം കാര്യങ്ങൾ. അത് പാടില്ല. അത് ലൈംഗികതയാകാം, അത് വയലൻസ് ആകാം, ഡ്രഗ്സ് ആകാം. പണ്ടത്തെ സിനിമകൾ നമുക്ക് ഓർമ്മയാണ്. ഞാനും ആഷ്മിയൊക്കെ വളർന്നു വന്നപ്പോൾ നായകന്റെ പ്രധാന ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ നായകൻ സിഗരറ്റ് വലിക്കും. നായകൻ ഇങ്ങനെ താഴെ നിന്ന് സിഗരറ്റ് കത്തിച്ച് മേലിലോട്ട് വലിക്കുന്നതാണ്. സുഗതകുമാരി ടീച്ചർക്ക് ഇതിനെക്കുറിച്ച് ആർട്ടിക്കൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇത് തെറ്റായ മാതൃകകളാണ്. ഇത് റോങ് ഇംപ്രഷൻസ് ഇംപ്രഷനബിൾ മൈൻഡ്സിൽ ക്രിയേറ്റ് ചെയ്യും. അപ്പൊ ഇതൊരു എഡ്യൂക്കേഷന്റെ വിഷയമാണ്. സ്കൂളിലും കോളേജിലും അടക്കം ഒരു മീഡിയ ലിറ്ററസി അടക്കമുള്ള കാര്യങ്ങളുടെ ഭാഗമായി സിനിമയല്ല ജീവിതമെന്നും ഇത്തരം കാര്യങ്ങളിൽ തെറ്റായി സ്വാധീനിക്കപ്പെടരുന്ന ഒരു പഠനം തന്നെ നമ്മുടെ നാട്ടിൽ വളരെയധികം ആവശ്യമാണ്. ശരി, ഞാൻ കേൾക്കാം. ശ്രീ കെ എം ആന്റണി, നമ്മൾ ഏറ്റവും കൂടുതൽ ഈ ദിവസങ്ങളൊക്കെ വെഞ്ഞാറമൂട് കൊലപാതകത്തിന്റെ കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞു വരുന്ന ദിവസങ്ങളാണ്. എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ അഫാൻ 2000 രൂപ ഉള്ള തർക്കത്തിൽ തുടങ്ങിയാണ് അമ്മയ്ക്കെതിരെ അക്രമം തുടങ്ങിയത്. അതിനുശേഷമുള്ള കൊലപാതകങ്ങൾ, സാമ്പത്തിക പ്രതിസന്ധി, എന്തുകൊണ്ട് കൊല ചെയ്തു എന്നൊക്കെ അഫാൻ പറയുന്നുണ്ട്. അതിൻ്റെ മോട്ടീവ് എന്തായാലും നമ്മളത് കണ്ടത് എന്താണ് ശ്രീ കെ എം ആന്റണി? അങ്ങേയറ്റം ബ്രൂട്ടലായ കൊലപാതകമാണെന്നുള്ളതാണ്. അവനെ വിശ്വസിച്ച് ഇറങ്ങി വന്ന ഒരു പെൺകുട്ടിയുടെ നെറ്റിയിൽ ഉള്ളത് വലിയൊരു ഹോളാണ്. ഈ പറയുന്ന ഹാമർ കൊണ്ട് അങ്ങേയറ്റം ഇഞ്ചിഞ്ചായി ചതച്ചു കൊന്നു എല്ലാവരെയും, സ്വന്തം അനിയനെ അടക്കം. നമ്മൾ ഈ ദിവസങ്ങൾ കാണുന്ന കൊലപാതകങ്ങളിലൊക്കെ ഒരു കേവല കൊലപാതകം കേവല കൊലപാതകം വാക്ക് ശരിയാണെന്ന് എനിക്കറിയില്ല, ഒരു കൊലയ്ക്ക് വേണ്ടി ഒരു കൊലപാതകം എന്നതിനപ്പുറം അങ്ങേയറ്റം ബ്രൂട്ടലാവുക എന്നുള്ളത് ശീലമാകുന്നുണ്ട്. ഈ പറയുന്ന സിനിമകളിൽ കാണിക്കുന്ന ഈ ബ്രൂട്ടൽ കൊലപാതകങ്ങൾ ഇതിന് സ്വാധീനമാവുന്നില്ല എന്നെങ്ങനെയാണ് പറയാൻ കഴിയുക ശ്രീ കെ എം ആന്റണി? തീർച്ചയായിട്ടും ആശ്മി, അതായത് നമ്മൾ ഈ കാണുന്ന ഇപ്പം മാർക്കോ തുടങ്ങിയുള്ള വയലൻസ് ഉള്ള സിനിമകൾ, അതോടൊപ്പം തന്നെ ഇപ്പം മയക്കുമരുന്നിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഇടുക്കി ഗോൾഡ്, അതുപോലെ തന്നെ മറിയം വന്ന് വിളക്കൂതി, ഇങ്ങനെയുള്ള സിനിമകൾ, അപ്പം ഇത് ആളുകളിൽ അല്ലെങ്കിൽ പ്രേക്ഷകരിൽ സ്വാധീനം ചെലുത്തുന്നു, അവരെ അനുകരിക്കാനുള്ള പ്രവണത ഉണ്ടാക്കുന്നു എന്നുള്ളത് സത്യം തന്നെയാണ്. നമുക്കറിയാം, ദൃശ്യമെന്ന് പറഞ്ഞ ഒരു പടം ഒരുവിധം നല്ലൊരു പടം തന്നെയാണ്. പക്ഷേ ആ പടത്തിൽ കണ്ട മൊബൈൽ ഫോണിൻ്റെ ഉപയോഗവും ആ രീതിയിലുള്ള ചില കാര്യങ്ങളും അതിനുശേഷം വന്ന ഒരുപാട് ക്രൂരമായ കൊലപാതകങ്ങളിലും അതുപോലെ തന്നെ അക്രമ പ്രവർത്തനങ്ങളിലും നടപ്പിലാക്കിയിട്ടുണ്ട്. അതിനർത്ഥം സിനിമ നൽകുന്ന മെസ്സേജ്, സിനിമയിൽ കാണുന്ന കാര്യങ്ങൾ അനുവർത്തിക്കുക, ക്രിമിനൽ മൈൻഡുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കതൊരു പ്രേരകമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പം മുമ്പ് സജി നന്ദിയാട്ട് പറഞ്ഞതുപോലെ രണ്ട് കാര്യങ്ങൾ, അതായത് ഈ തിരക്കഥാകൃത്ത് ആ കഥ എഴുതുമ്പോൾ ആ കഥാപാത്രത്തിനെ സമൂഹത്തിൽ നിന്ന് കാണുന്നു എന്ന് പറയുന്നു. അപ്പോൾ ആ പറയുന്ന ഇത്രമാത്രം പൈശാചികമായ ക്രൂരകൃത്യം ചെയ്യുന്ന ഒരു കഥാപാത്രത്തെ മാത്രം കണ്ടിട്ട് ഇവിടെ അവതരിപ്പിക്കണോ എന്നുള്ളതൊരു ചോദ്യമാണ്. കാരണം കഥാപാത്രങ്ങൾ പൗരന്മാർ അല്ലെങ്കിൽ ക്രിമിനൽസോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ ഇവിടെ കാണും സമൂഹത്തിൽ. അവരെ മാത്രം എഴുതി അവരെ കണ്ടുകൊണ്ട് മാത്രം എഴുതുന്ന സിനിമ എന്നുള്ളത്, ഇതിനകത്തൊരു സത്യം എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇത് ഈ സിനിമയെന്ന് പറയുന്ന ഒരു ബിസിനസ് തന്നെയാണ്. മുടക്കുന്ന കാശ് കുറേ കിട്ടണം. ആ കാശ് കിട്ടണം എന്നുണ്ടെങ്കിൽ 100% ഉറപ്പുള്ള ഓഡിയൻസ് എന്ന് പറയുന്നത് ഈ ക്രിമിനൽ മൈൻഡുള്ള ഈ ചെറുപ്പക്കാരാണ്. അവരെ പ്രൊമോട്ട് ചെയ്യാനും അവരെ ആവേശഭരിതരാക്കാൻ വേണ്ടി സൃഷ്ടിക്കുന്ന സിനിമകളാണ്. ഒരു പ്രത്യേക ശതമാനം ആളുകൾ അതിനെ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ സമൂഹം ആ വഴിയിലേക്ക് പോയി എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. സമൂഹത്തിന് എന്താണോ ആവശ്യമുള്ളത്, അല്ലെങ്കിൽ സമൂഹം എന്താണോ സിനിമാ നിർമ്മാതാവിന് ഉറപ്പ് നൽകുന്നത്, അത് തന്നെയാണ് ഇതിലെ സംവിധായകനും അതുപോലെ നിർമ്മാതാവും മറ്റുമൊക്കെ നൽകുന്നത്. അപ്പൊ നമ്മൾ അതിൽ നിന്ന് മാറി നിന്നിട്ട് കാര്യമില്ല. ഇത് എന്തുകൊണ്ടാണ് ഇപ്പം താങ്കൾ ഈ പറഞ്ഞ ഓരോ സിനിമകൾ ഏതെങ്കിലും ഒന്ന് ഫ്ലോപ്പാണോ? അല്ല, ഏതെങ്കിലും ഒന്ന് സാധാരണ ഹിറ്റാണോ? അല്ല, ആവേശമടക്കം മാർക്കോ അടക്കം എല്ലാം സൂപ്പർ ഹിറ്റുകളാണ്. ഈ പറഞ്ഞ കട്ടച്ചോര കൊണ്ട് ജ്യൂസ് അടിക്കും, സോഡാ സർബത്ത് എന്ന് പറയുന്ന പാട്ട് ഹിറ്റാട്ടിൽ എത്ര ഇപ്പോഴും ഇല്ലേ? അങ്ങനെ കൊണ്ടുപോകുമ്പോൾ അപ്പോൾ തന്നെ തിയേറ്ററുകാരൻ പോലീസിനെ വിളിക്കണം. പോലീസിനെ വിളിച്ചിട്ട് ഇയാൾ ഇതുപോലെ വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ അയാൾ അത് മനസ്സിലാക്കി കൊടുക്കണം. അവർക്കെന്താ ഇത്രമാത്രം അറിഞ്ഞുകൂടാത്ത? ഒരു സിനിമ കാണാൻ പോകുക എന്ന് പറഞ്ഞാൽ പോസ്റ്റർ കണ്ടിട്ടല്ല നമ്മൾ പോകുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള എന്തെങ്കിലും കണ്ടിട്ടല്ല. സിനിമയെപ്പറ്റി അത്യാവശ്യം മനസ്സിലാക്കിയിട്ട് തന്നെയാണ് സാധാരണ നോർമലായിട്ടുള്ള ആളുകൾ പോകുന്നത്. അതെല്ലാം നമ്മളൊരു സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് ആ സിനിമ എന്താണെന്നുള്ളത് ഇവിടെയുള്ള എല്ലാ ആളുകളും മനസ്സിലാക്കുന്നുണ്ട്, സിനിമയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ സിനിമ കാണാൻ പോകുന്ന പ്രേക്ഷകർ. അപ്പോൾ ആരും തന്നെ അവരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. തീർച്ചയായിട്ടും ഇത് ഈ പറഞ്ഞ സെൻസർ ബോർഡിന് മാനദണ്ഡങ്ങളുണ്ട്. പക്ഷെ അത് എത്രമാത്രം ആ ഒരു എലാസ്റ്റിക്കിൻ്റെ രൂപത്തിൽ അത് നീണ്ടു നിൽക്കുന്നു എന്നുള്ളതാണ്. അതാണ് അതിനകത്ത് ഒരു പ്രശ്നം എന്ന് പറയുന്നത്. കാരണം നമ്മുടെ സമൂഹത്തിനെ മൊത്തമായി സിനിമ മാത്രമാണോ ഇതിന് കാരണമെന്ന് ചോദിച്ചാൽ സിനിമ മാത്രമല്ല കാരണം. പക്ഷെ സിനിമ ഇതിലൊരു പ്രധാന കാരണങ്ങളിൽ ഒന്നാണ്. മയക്കുമരുന്നിനെയും അതുപോലെ തന്നെ അക്രമത്തിനെയും, ഇപ്പം ഈ പറഞ്ഞ തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ആ പടത്തിൽ വയലൻസ് ഉണ്ട്, നല്ല വയലൻസ് തന്നെയാണ്. അത് മയക്കുമരുന്ന് കച്ചവടക്കാരുടെ റിവെഞ്ചാണ്, അല്ലെ അവരുടെ പക അല്ലെങ്കിൽ വൈരാഗ്യം തീർക്കുന്ന ഒരു സിനിമയാണ്. ആത്മഹത്യയും കൊലപാതകങ്ങളും
അതുപോലെ ഒരു പിഞ്ചു കുഞ്ഞിൻ്റെ മുമ്പിൽ നിന്ന് അക്രമം നടത്തുന്നു. ഇപ്പം അത് പറഞ്ഞു ഗ്രാഫിക്സിൻ്റെ കാര്യങ്ങളാണ് എന്നാണ് ഈ സെൻസസ് ബോർഡ് പറയുന്നത്. അങ്ങനെ ഗ്രാഫിക്സിൻ്റെ പരിപാടിയാണ് എന്നുള്ളത് ഈ കാണുന്ന സാധാരണ പ്രേക്ഷകന് മനസ്സിലാവില്ല. ഇത് ഒറിജിനലായിട്ട് നടക്കുന്നതാണ്. ഈ സിനിമ സാധാരണ നിലയ്ക്ക് ഷൂട്ട് ചെയ്യുന്നതാണ്, അല്ലെ കഥയുടെ അംശം അല്ലെ കഥയുടെ സാരാംശം അങ്ങനെയാണ് എന്നാണ് പ്രേക്ഷകൻ മനസ്സിലാക്കുന്നത്. അതല്ലെങ്കിൽ ഇതിനകത്ത് ഗ്രാഫിക്സ് എവിടെയുണ്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ സാങ്കേതിക വിദ്യയുടെ പുരോഗതി എവിടെയാണ് നടന്നതെന്നൊന്നും സാധാരണ പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം അറിയണമെന്നില്ല. അപ്പം ഇതും മൊത്തമായിട്ട് ഇതിനൊരു നിയന്ത്രണം ആവശ്യമാണ് ഈ കാര്യങ്ങളിൽ. സെൻസസ് ബോർഡ് ആണെങ്കിലും എന്താണെങ്കിലും ഏത് രീതിയിലും. പിന്നെ ഈ പറഞ്ഞ ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ളതിൻ്റെ പേരിൽ നമുക്ക് എത്രമാത്രം പോകാമെന്നുള്ളതിനൊരു പരിമിതി കൽപ്പിക്കണം. നമ്മുടെ സമൂഹത്തിന് നഷ്ടപ്പെട്ടുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണിത്. കുടുംബ ചിത്രങ്ങളോ അല്ലെങ്കിൽ സാമൂഹിക വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്ന ചിത്രങ്ങളോ ഇന്ന് വരുന്നില്ല, ഒന്നും തന്നെ വരുന്നില്ല. ഒരു സംവിധായകൻ്റെയും വരുന്നില്ല, ഒരു നടൻ്റെയും വരുന്നില്ല. അപ്പൊ അത് നമ്മൾ വളരെ ഗൗരവത്തോടെ കാണേണ്ടതാണ്. കാരണം കുടുംബചിത്രം വന്നാൽ ഓടില്ല, വിജയിക്കില്ല, കുടുംബ ബന്ധങ്ങളില്ല, വിഷയങ്ങൾ വന്നു കഴിഞ്ഞാൽ സമൂഹത്തില് അതാണ് ആ മാറ്റങ്ങളാണ്. ആ മാറ്റങ്ങളെ മാറ്റങ്ങളായിട്ട് തന്നെ നമ്മൾ അഡ്രസ് ചെയ്യണമെന്നുള്ളൂ. ഞാൻ അങ്ങനെയൊക്കെ എത്താം. ഈ കെ എം ആന്റണി പറഞ്ഞ് തുടർച്ചയായി തന്നെ ചോദിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ മതങ്ങളിൽ അല്ലെങ്കിൽ അതിൻ്റെ ലിറ്ററേച്ചറുകളിൽ, അതിൻ്റെ യുദ്ധങ്ങളിൽ, അതിൻ്റെ പുരാണങ്ങളിൽ, അല്ലെങ്കിൽ അതല്ലാതെ വായിച്ച സാഹിത്യകൃതികളിൽ, നമ്മൾ നേരത്തെ കണ്ട സിനിമകളിൽ വയലൻസ് ഇല്ലാത്തതല്ല. വയലൻസ് മനുഷ്യനുള്ള കാലം മുതൽ തന്നെ വയലൻസിന് തുടർച്ചയുണ്ട്. അന്നൊന്നും നമ്മൾ അതിലൊന്നും പ്രചോദിതരായി ഒരു കത്തിയെടുത്ത് കുത്താൻ ഇറങ്ങിയില്ല. ആ കാലത്ത് നിന്ന് വ്യത്യസ്തമായി ഈ കാലത്ത് കുട്ടികൾക്കത് പ്രചോദനമാകുന്നു എന്ന് പറയുന്നതിൽ എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടോ ശ്രീ ഡോക്ടർ ഷെറിൻ? ഹാഷ്മി, ഞാൻ ഈ ചർച്ച ശ്രദ്ധിച്ചു വരികയാണ്. ഈ ചർച്ച എന്ന് പറയുമ്പോൾ 24-ലെ ഈ ചർച്ച മാത്രമല്ല, നമ്മുടെ പൊതുസമൂഹത്തിലുള്ള ചർച്ചകൾ മുഴുവൻ ഒന്ന് പരിശോധിച്ചാൽ ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് യുവജനങ്ങളുടെ ക്രൈമിനെ കുറിച്ചാണ്. പൊതുവെ യുവജനങ്ങളുടെ എന്ന് എടുത്തു പറയുന്നില്ലെങ്കിലും അത് പല രീതിയിൽ മയക്കുമരുന്നായിട്ടും അല്ലെ സിനിമ ഇങ്ങനെ സ്വാധീനിക്കുന്നു, ക്യാമ്പസ് സിനിമകൾ സ്വാധീനിക്കുന്നു എന്നൊക്കെയുള്ള ടേമുകളിലൂടെ നമ്മൾ അറിയാതെ നമ്മളൊക്കെ ചർച്ച ചെയ്യുന്ന കൂടുതൽ പേരും യുവജനങ്ങളല്ല, 40 വയസ്സിന് മുകളിലുള്ള ആൾക്കാരാണ്. നമ്മൾ പഴയ തലമുറയാണ് ഈ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ യുവജനങ്ങളെക്കുറിച്ച് നമ്മളിങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ, ഞാനൊരു കോളേജ് അധ്യാപകനാണ്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്ന കാര്യം, ഞാൻ എൻ്റെ കുട്ടികളോട് ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള നടൻ ആരാണ്? അപ്പോൾ ഞാൻ വിചാരിക്കുക മമ്മൂട്ടി മോഹൻലാൽ ഒന്നും ആയിരിക്കുമല്ലോ, അല്ല കുഞ്ചാക്കോ ബോബനോ പൃഥ്വിരാജോ ഒക്കെ ആയിരിക്കും എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ അവർ പറയുന്ന പേരുകൾ ഞാൻ കേട്ടിട്ടേ ഇല്ലാത്ത പേരുകളാണ്. അവർ പറയുന്ന പേരുകൾ വെസ്റ്റേൺ കൺട്രീസിലുള്ള കൊറിയൻ സിനിമകളിലുള്ള പേരുകളാണ്. അപ്പോൾ സിനിമകൾ സ്വാധീനിക്കുന്നുണ്ടെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ട്. 1960-കളിൽ തൊട്ടുള്ള ആൽബർട്ട് ബന്ദുരയുടെ ക്ലാസിക് സ്റ്റഡി ഉണ്ട്, ബോബോഡോൾ എക്സ്പീരിയൻസ് എന്നൊക്കെ പറഞ്ഞിട്ട്. അതൊക്കെ നോക്കിയാൽ ബോബോഡോളിനോട് ഒരു മനുഷ്യൻ പെരുമാറുന്നത് ഒരു കുട്ടി കാണുമ്പോൾ കുട്ടി എങ്ങനെയാണ് പിന്നീട് ഒരു വയലൻറ്റ് സിറ്റുവേഷൻ, അതായത് കുട്ടിക്ക് അസ്വസ്ഥത ഉണ്ടാകുമ്പോൾ ആ ബോബോഡോളിനോട് പെരുമാറുന്നത് എന്നൊക്കെ പണ്ടേ തന്നെ നിരീക്ഷിച്ചിട്ടുള്ളതാണ്. പക്ഷേ നമ്മുടെ ചോദ്യം പ്രധാനമായിട്ട് ഇവിടെ ഉള്ളത് യുവജനങ്ങളുടെ വയലൻസിനെ കുറിച്ചാണ് നമ്മൾ പൊതുവെ ചർച്ച ചെയ്യുന്നത്. വയലൻസ് എല്ലായിടത്തും ഉണ്ട്. യുവജനങ്ങളുടെ വയലൻസിൻ്റെ കാരണം നമ്മുടെ കേരളത്തിലെ സിനിമയാണെന്ന് ഞാൻ കരുതുന്നേ ഇല്ല. കാരണം എന്ന് മാത്രമല്ല, മയക്കുമരുന്നിനെ കുറിച്ച് പറയുമ്പോഴും നമ്മൾ യുവജനങ്ങളിലേക്കാണ് പൊതുവേ പറയുക. പക്ഷേ ഇതിനൊക്കെ പിന്നിൽ ഈ പറയുന്ന മീഡിയ വയലൻസ് ഉണ്ട്, സിനിമയുടെ വയലൻസ് ഉണ്ട്. പക്ഷേ സിനിമയേക്കാൾ കുട്ടികളെ സ്വാധീനിക്കുന്ന പല കാര്യങ്ങളുണ്ട്. റീൽസ് ഉണ്ട്. അപ്പോൾ കുട്ടികളുടെ അറ്റൻഷൻ സ്പാൻ എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഒരു സിനിമ 2.5 മണിക്കൂർ നേരത്തെ ഒരു സിനിമ കണ്ട് എൻജോയ് ചെയ്യുന്ന ആളുകളല്ല കൂടുതലും യുവജനങ്ങൾ. അവർ റീൽസാണ് അവർ കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ അവരുടെ അറ്റൻഷൻ സ്പാൻ വളരെ കുറവാണ്. അവർ കാണുന്നതൊന്നും നമ്മൾ കാണുന്നൊന്നും അല്ലെ നമ്മൾ കാണിക്കുന്നതൊന്നും അല്ല അവർ കാണുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ അവിടെ ഉണ്ട്. അപ്പോൾ നമ്മളവരെ ചെക്ക് ചെയ്യുമ്പോൾ, നമ്മൾ അവരെക്കുറിച്ച് പറയുമ്പോൾ, വിലയിരുത്തുമ്പോൾ ഈ നമ്മുടെ സമൂഹത്തിൽ കാണുന്ന കാരണങ്ങളാണ് ഇതിന് പിന്നിൽ നമ്മൾ വെറുതെ ആട്രിബ്യൂട്ട് ചെയ്യുന്നതാണ്. ലോകത്ത് നടക്കുന്ന എല്ലാ മാറ്റങ്ങളും അറിയുന്ന ആളുകളാണ് യുവതലമുറ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ യുവതലമുറയെ ഇരുത്തി ചർച്ച ചെയ്താണ് നമ്മൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത്. അവരുടെ കാഴ്ചപ്പാടുകൾ വളരെ ഡിഫറൻ്റാണ്. ഇപ്പോൾ നമുക്ക് ഈ സൊസൈറ്റി എടുത്തു കഴിഞ്ഞാൽ, കേരളത്തിലെ സൊസൈറ്റി എടുത്തു കഴിഞ്ഞാൽ കളക്ടിവിസ്റ്റിക് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയാണ് കേരളത്തിലും ഇന്ത്യയിലും പൊതുവേ ഉണ്ടായിരുന്നത്. ആ ഒരു കൾച്ചർ മാറി ശരിക്കും വെസ്റ്റേൺ കൺട്രീസിലുള്ള ഇൻഡിവിജ്വലിസ്റ്റിക് കൾച്ചർ ഇപ്പോൾ വന്നു കഴിഞ്ഞു. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പുതിയ ടെക്നോളജി, പ്രത്യേകിച്ച് ഇൻ്റർനെറ്റ്, മൊബൈൽ ഫോണിലൂടെ ആ ടെക്നോളജിയിലേക്ക് ഇവർ എക്സ്പോസ്ഡ് ആയി കഴിഞ്ഞു. അപ്പോൾ പുതിയ തലമുറ എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന തലമുറയേ അല്ല, അവർ ഒരു വെസ്റ്റേൺ കൺട്രിയുടെ റിഫ്ലക്ഷനാണ് അവർ ഇപ്പോൾ കാണിക്കുന്ന ബിഹേവിയറൊക്കെ തന്നെ. അത് മോശമാണെന്നില്ല കേട്ടോ, കാരണം അതിനകത്ത് ഒത്തിരി നന്മകളുണ്ട്. ആ നന്മകളൊക്കെ ആ കുട്ടികൾ കൊണ്ടുതരും. ഇപ്പോൾ നമ്മളൊക്കെ ഈ പറയുന്ന ഇടക്കാലത്തുള്ള എന്നെ പോലുള്ള കാശ്മീർ പോലുള്ള ആളുകളൊക്കെ നമ്മളിതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്നവരാണ്. ഈ മൊബൈൽ ഫോൺ വന്നതിന് ശേഷം അതിൻ്റെ ഗുണങ്ങളും
അതിൻ്റെ ദോഷങ്ങളും അറിഞ്ഞ ആൾക്കാരാണ്. അപ്പോൾ മൊബൈൽ ഫോണിന് മുൻപും നമ്മളുണ്ട്, മൊബൈൽ ഫോണിന് ശേഷവുമുണ്ട്. ഒരു തലമുറ എന്ന് പറഞ്ഞാൽ മൊബൈൽ ഫോൺ ചെറിയ എക്സ്പോഷർ വന്നിട്ടുള്ള ഒരു തലമുറ, ഒരു ബാക്കിലുള്ള ഒരു തലമുറ. ഇപ്പോഴത്തെ തലമുറ എന്ന് പറഞ്ഞാൽ അവർ ജനിച്ചപ്പോഴേ മൊബൈൽ ഫോണുമായിട്ടും വെസ്റ്റേൺ ഐഡിയാസുമായിട്ടും വ്യത്യസ്ത ഐഡിയാസുമായിട്ടും വ്യത്യസ്ത കൾച്ചറുമായിട്ടും പരിചയമുള്ളവരാണ്. അപ്പോൾ ഇങ്ങനെ 3 തരത്തിലുള്ള ആളുകളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ചർച്ച ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു അത് ഭയങ്കര ബയാസ്ഡ് ആയിട്ട് പോകുന്നുണ്ടോ എന്നെനിക്കൊരു സംശയം. നമ്മളെല്ലാവരും കൂടി ഇരുന്ന് ചർച്ച ചെയ്തിട്ട് ഇവരാണ് ഇതിൻ്റെ ക്രൈമിൻ്റെ കാരണം, മയക്കുമരുന്നാണ്, ഇങ്ങനെ കൃത്യമായിട്ട് നമ്മൾ ജനറലൈസ് ചെയ്യുന്നുണ്ടോ എന്നൊരു സംശയമാണ് എനിക്കിവിടെ കാണുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് സിനിമകളുടെ ഇൻഫ്ലുവൻസിനെ കുറിച്ച് പറയുമ്പോൾ പേരൻപ് എന്ന് പറയുന്നൊരു സിനിമ, അത് വളരെ നല്ലൊരു പോസിറ്റീവായിട്ടുള്ള ഒരു ചേഞ്ചാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷേ ആ പോസിറ്റീവ് ചേഞ്ചിനെ പഴയ തലമുറ എങ്ങനെയായിരിക്കും എടുക്കുക? ഒരു ഡിസബിലിറ്റി ഉള്ള ഒരു കുട്ടിക്ക് സെക്ഷൽ നീഡുണ്ട് എന്ന് പറഞ്ഞാൽ പഴയ ഒരു തലമുറയ്ക്ക് അത് സ്വീകരിക്കാൻ കഴിയുമോ? അവരുടെ മോറൽ വാല്യൂസ് അതിനെ അക്സെപ്റ്റ് ചെയ്യുമോ? എന്നാൽ പുതിയ കുട്ടികൾക്ക് അത് വളരെ ഈസി ആയിട്ട് മനസ്സിലാവും. അപ്പോൾ പുതിയ കുട്ടികൾ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങളെ കൂടി നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. പിന്നെ അതുപോലെ സിനിമകൾ പറയുമ്പോൾ മാർക്കോ വയലൻസ് ആണ്, ക്ലിയർ ആണ്, ഉറപ്പാണ്, അതിനകത്ത് നമുക്ക് തർക്കങ്ങളില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വയലൻ്റ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വയലൻസ് കാണിക്കുന്നത് മാത്രമല്ല വയലൻസ്. ഇപ്പോൾ പഴയൊരു സിനിമ, സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള ഒരു സിനിമയാണ് ഗോഡ് ഫാദർ. നമ്മളൊക്കെ എൻജോയ് ചെയ്തിട്ടുള്ള, എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു സിനിമയാണ്. ഇപ്പോഴും ടി വിയിൽ വന്നു കഴിഞ്ഞാൽ നമ്മളൊക്കെ കാണുന്നതാണ്. അതിലെ അവസാന രംഗത്തെ കുറേ തമാശകളുണ്ട്. ശങ്കരാടിയുടെ ക്യാരക്ടറിൻ്റെ തലയ്ക്കിട്ട് അടി കൊടുത്തിട്ട് അദ്ദേഹത്തെ ബോധം കെടുത്തിയിട്ട് കുറച്ച് തമാശകളുണ്ട്. ആ തമാശകൾ കാണുമ്പോൾ നമുക്ക് കുഴപ്പങ്ങളൊന്നും തോന്നാറില്ലല്ലോ. ഒന്ന് ചിന്തിച്ചു നോക്കൂ, യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ്റെ തലയുടെ പുറത്ത് ഒരു കമ്പ് കൊണ്ട് അടിച്ചാൽ, വടി കൊണ്ട് അടിച്ചാൽ അയാളുടെ മെഡിലോ ഒബ്ലങ്കറ്റ തകർന്ന് അയാൾ മരിച്ചു പോകും. അയാൾ തൽക്കാലത്തേന് നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്തേന് ബോധം കിട്ടി നിൽക്കില്ല. പക്ഷേ ഇവിടെ നമ്മൾ ശരിക്കും അബോധതലത്തിൽ പല സിനിമകളിലും ഇത്തരം സീനുകൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് വരികയാണ്, ഒരു തലക്കടി കൊണ്ടു കഴിഞ്ഞാൽ കുറച്ചു നേരത്തിന് ബോധം കെടുമായിരിക്കും, മരിക്കും എന്ന് വിചാരിക്കുന്നില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ബോധം അല്ലെങ്കിൽ ബോധമില്ലായ്മ നമ്മളുടെ എല്ലാ സിനിമകളും ഈ തരത്തിലൊക്കെ കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. പിന്നെ അതുപോലെ ഇപ്പോൾ ഈ അടുത്ത വന്ന ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന സിനിമയ്ക്കകത്ത് ഈ ഗർഭിണിയെ ചവിട്ടുന്ന അത്തരം സാധനങ്ങൾ മാത്രമാണ് നമ്മൾ പൊതുവെ ശ്രദ്ധിക്കുക. പക്ഷെ അതല്ലാതെ സൂയിസൈഡ് പോലുള്ള കാര്യങ്ങൾ നേരിട്ട് ഒരു ഫുൾ ഫ്രെയിമിൽ കാണിക്കുമ്പോൾ അത് കാണുന്ന കുട്ടികൾ എങ്ങനെയായിരിക്കും അതിനെ കാണുക? കുട്ടികൾ ഇതിനെ ഇമിറ്റേറ്റ് ചെയ്യും. ഇത് ഏറ്റവും കൂടുതൽ സ്വാധീനിക്കാൻ പോകുന്നത് യുവതലമുറയല്ല, കേരളത്തിലുള്ള സിനിമകൾ സ്വാധീനിക്കാൻ പോകുന്നത് ചെറിയ കുട്ടികളെയാണ്. രഞ്ജിനി, ഇവിടെ നമുക്ക് ഇപ്പോൾ ശരി, താങ്കളൊക്കെ പറയുന്നത് പോലെ നമുക്ക് മലയാള സിനിമയുടെ വയലൻസ് നിയന്ത്രിക്കാം എന്ന് വെക്കാം. പക്ഷേ അതല്ലാതെ ഇപ്പോൾ ഡോക്ടർ ഷെറിൻ പറയുന്നത് പോലെ നമ്മുടെ വാതിലുകൾ ലോകത്തേക്ക് ഓപ്പണായിട്ടിരിക്കുകയാണ്. എന്താണ്, നമുക്ക് തന്നെ നിൽക്കുന്ന ഒരു ബോധ്യമാവുന്നത് നമ്മുടെ കുട്ടികൾക്ക് അതിനേക്കാൾ കൂടുതൽ അപ്ഡേറ്റഡ് ആണ്. ഇപ്പോൾ ഒരു മണി ഹീസ്റ്റ് എന്ന് പറയുന്ന ഒരു സ്പാനിഷ് ഒരു ഹീസ്റ്റ് ഒരു സീരീസ് കണ്ടു. അപ്പോൾ അത് കഴിയുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ സജഷൻസിൽ ബാക്കി ഈ ബാങ്ക് റോബറി സീരീസ് വരും. ഞാനിത് കണ്ടു തുടങ്ങി, ഞാൻ കണ്ടത് 8-9 ബാങ്ക് റോബറി സീരീസ് ഞാൻ കണ്ടു. എന്ന് നമുക്കൊരു ഇഷ്ടം തോന്നുകയാണ് അതിനോട്. എന്ന് കരുതി എനിക്ക് ഉറപ്പുണ്ട് അത് കണ്ട് ഇഷ്ടപ്പെട്ട് ഞാൻ നാളെ ബാങ്ക് റോബറി അടിക്കാൻ പോകുന്നത് എനിക്ക് ഉറപ്പുണ്ട്. ഇനി വയലൻസ് ആണ് കാണുന്നതെങ്കിൽ, കൊലപാതകമാണ് കാണേണ്ടതെങ്കിൽ, അങ്ങനെ ഇഷ്ടം പോലെ ഈ പറഞ്ഞ മാർക്കോ ഒന്നും അല്ലാത്ത വയലൻറ്റിൻ്റെ അങ്ങേയറ്റത്തെ പരകോടി സീരീസുകൾ നെറ്റ്ഫ്ലിക്സിൽ അടക്കമുള്ള സാധനങ്ങൾ കിടപ്പുണ്ട്. അപ്പോൾ രഞ്ജിനി, ഇതങ്ങനെ നിയന്ത്രിക്കാൻ കഴിയുന്ന ഒന്നാണോ? ഇനി മലയാള സിനിമയിൽ വയലൻസ് വേണ്ട എന്ന് തീരുമാനിച്ചാൽ തീരുന്ന ഒന്നാണോ സിനിമയിലെ വയലൻസ് അല്ലെങ്കിൽ ദൃശ്യങ്ങളിലെ വയലൻസ്? വയലൻസ് വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. അത്യാവശ്യത്തിന് വയലൻസ് വേണം, പക്ഷേ ഓവറായിട്ട് പോവരുത്. അതാണ് ഒരു ബോർഡർ ലൈൻ വേണം. അല്ലെങ്കിൽ ഗോറി ഉള്ള വിഷ്വൽസ് നമുക്ക് മാസ്ക് ചെയ്യാമല്ലോ ടെക്നോളജി വെച്ചിട്ട്. സോ എല്ലാം കാണിക്കണമെന്നേ ഇല്ലല്ലോ. അപ്പൊ ഇപ്പൊ OTT വെബ് സീരീസ് എല്ലാം വരുന്നുണ്ട്. ഒരുപാട് ഇഷ്ടം പോലെ ഒരു ബ്രൂട്ടാലിറ്റി ആൻഡ് വയലൻസ് ഉള്ള സീരീസ് എല്ലാം വരുന്നുണ്ട്. ആക്ച്വലി അതിലേക്ക് നമുക്ക് we have to bring sense about to it as well. കാരണം ഇപ്പൊ തന്നെ ഇന്ത്യൻ വെബ് സീരീസിലെ ഇപ്പൊ എന്താ പറയാ സെക്ഷൽ തീംസ് ആണ് വരുന്നത്, ന്യൂഡിറ്റി വരുന്നു. ഇതെല്ലാം നമ്മുടെ കൾച്ചറിലെയാണോ? ഇത് വെസ്റ്റേൺ കൾച്ചർ അല്ലേ? വൈ ആർ വി നമ്മൾ എന്തിനാ അവരുടെ കൾച്ചറെ ഫോളോ ചെയ്യുന്നത്? ബിക്കോസ് അവർക്ക് കൾച്ചർ ഇല്ല. സോ വി ഷുഡ് അണ്ടർസ്റ്റാൻഡ് നമ്മൾ ഇന്ത്യൻസ് ആണ്, നമ്മൾ ഏഷ്യൻസ് ആണ്, നമുക്ക് റിച്ച് കൾച്ചർ ഉണ്ട്. അപ്പൊ ആ രീതിയിൽ ചില സീൻസ് നമുക്ക് ഒഴിവാക്കിയിട്ട് ബാക്കി സ്റ്റോറി ലൈനിൽ വരാം. അങ്ങനെ ചെയ്യാമല്ലോ. ഇത് തന്നെ ചെയ്യണമെന്ന് എന്താ നിർബന്ധം ഉള്ളത്? ഇറ്റ്സ് ലൈക്ക് കോപ്പി ആൻഡ് പേസ്റ്റ് ചെയ്യുന്ന പോലെ അല്ലേ ഇരിക്കുന്നേ. അപ്പൊ ഒരു ക്രിയേറ്റിവിറ്റി അവിടെ തന്നെ തീർന്നു. നോ ക്രിയേറ്റിവിറ്റി അറ്റ് ഓൾ. മാഡം പറയുന്ന ആ കൾച്ചർ അല്ലെങ്കിൽ ആ കൾച്ചറൽ ബാരിയർ എന്ന് പറയുന്നത് മാഡത്തിന്റെ ജനറേഷൻ
പരമാവധി എൻ്റെയും രാഹുൽ ഈശ്വറിൻ്റെയും ഡോക്ടർ ഷെറിൻ്റെയും ഒക്കെ തലമുറ കൊണ്ട് തീർന്നു ആ ബാരിയർ. പുതിയ കുട്ടികളുടെ ആ ബാരിയറൊക്കെ മാറി. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ഈ അവരുടെ വാതിൽ ലോകത്തേക്ക് പരമാവധി മറക്ക തുറന്നു കിടക്കുകയാണ്. ആ ലോകത്തിൻ്റെ സകലതും അതിലെ നന്മയും തിന്മയും. ഇപ്പം എങ്ങനെയാണ് കൊറിയൻ, നമുക്കറിയാത്ത ഏതൊക്കെയോ പേരുകൾ, നമുക്കറിയാത്ത ഏതൊക്കെയോ പുസ്തകങ്ങൾ അവർ വായിക്കാൻ കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ്? ആ വാതിൽ തുറന്നു കിടക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ കാണാൻ ഇവിടെ കുട്ടികളുണ്ട്. ആ കുട്ടികൾ കാണാനുള്ള കണ്ടന്റ് ഇഷ്ടംപോലെ ഉണ്ട്. ഞാനും കൊറിയൻ, ജാപ്പനീസിന്റെ വെബ് സീരീസും ഫിലിമും കാണുന്നുണ്ട്. പക്ഷേ ഇത് നമ്മളുടെ മലയാളം മൂവീസിൽ എന്തിനാ ഇത് ഉൾപ്പെടുത്തുന്നത്? ബിക്കോസ് ഇറ്റ്സ് നോട്ട് നെസസറി, ബിക്കോസ് ദാറ്റ് ഈസ് ദിയർ കൾച്ചർ. നമുക്ക് റിച്ച് കൾച്ചർ ഉണ്ട്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഫിലിം മേക്കിംഗ് ചെയ്യണം. പിന്നെ ഇവിടെ പറയുന്നത് പോലെ ഈ കുട്ടികൾ കുറെ വെസ്റ്റേൺ ഇത് കാണുമ്പോൾ അവരുടെ നേച്ചർ ഷുഡ് ബി ചേഞ്ച് അല്ലേ? വെസ്റ്റേണിൽ തന്നെ ഒരുപാട് നല്ല എന്താ പറയാ നല്ല ഒരു മാനേഴ്സ് ഉണ്ട്. എന്ത് കാരണം കൊണ്ട് അത് അവർ പഠിക്കുന്നില്ല? അവിടെയാണ് ഈ വയലൻസ് ആണ് അവർ പെട്ടെന്ന് പഠിക്കണമെങ്കിൽ സംതിങ് റോങ് സംവെയർ. പാരന്റിങ് അതിൽ ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണ്. ഞാൻ സിനിമ എന്ന് പറയുന്നത് വൺ ഓഫ് ദ കോൺട്രിബ്യൂട്ടറി ഫാക്ടറേ ഉള്ളൂ. ബാക്കി പാരന്റിങ്, നേരത്തെ എല്ലാവരും പറഞ്ഞ പോലെ ഡ്രഗ്സിന്റെ ഇൻഫ്ലുവൻസ്, പിന്നെ നമ്മളുടെ സ്കൂളിലേക്ക് സെക്സ് എഡ്യൂക്കേഷനും പിന്നെ ഇങ്ങനത്തെ എഡ്യൂക്കേഷൻ കൊണ്ടുവരണം. സോ ടു ബി അവയർനെസ് ഓഫ് ഇപ്പോൾ, ബിക്കോസ് ഇപ്പൊ ഫ്യൂച്ചർ എങ്ങനെ പോകുന്നു നമുക്ക് അറിഞ്ഞൂടാ. പിന്നെ നേരത്തെ നമുക്ക് ഇന്നലെ ഐ തിങ്ക് ഫെഫ്ക പറഞ്ഞ പോലെ ഈ കൊറിയനും ജാപ്പനീസ് മൂവി അത് കണ്ടിട്ടാണ് കുട്ടികൾ എല്ലാവരും അങ്ങനെ ആവുന്നു എന്ന്. അത് പറയാൻ പറ്റില്ല, ബിക്കോസ് നമുക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട്, നമുക്ക് അത് ചെയ്യണം. ഇത് നമ്മൾ ജസ്റ്റ് ഇത് വെറുതെ ആക്കാൻ പറ്റില്ല. ബിക്കോസ് നമ്മുടെ കേരള സിനിമ ഇപ്പൊ ഒരുപാട് മാറിയിട്ടുണ്ട്. ഫാമിലി സെറ്റയറിലെന്ത് ഇപ്പൊ എല്ലാം ഫുൾ ആയിട്ട് ഇപ്പൊ ഒരു 10 പടം എടുത്താക്ക ഒരു 8 പടങ്ങളില് വയലൻസ് ആണ് നമ്മൾ കാണുന്നത്. അപ്പോ അത് ഒരു ഫിലിം മേക്കിംഗ് ഒരു ഡിഫറെന്റ് വർത്തനം, അനാവശ്യമായ വയലൻസ് ഒഴിവാക്കുക. പിന്നെ ഇതാണ് നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആസ് എ ഫിലിം ഫ്രട്ടർണിറ്റിയിലിരുന്ന് പറഞ്ഞ ആൾക്കാരെ എല്ലാവരും നമ്മൾ ഒരുമിച്ച് ഗവൺമെന്റോടെ നിന്ന് എന്തെങ്കിലും ചെയ്യണം. ബിക്കോസ് ഇത് ജസ്റ്റ് ഇങ്ങനെ ചർച്ച ചെയ്തിട്ട് ഇതോടെ വിടാൻ പാടില്ല. ബിക്കോസ് ഇത് ഒരു പണ്ട് ഒരു ഫ്യൂ ഇയേഴ്സ് അഗോ നമ്മള് ഒരു ആക്ട്രസിന്റെ ഇത് വന്നിരുന്നല്ലോ, കേസ് വന്നിരുന്നല്ലോ. അപ്പോ എല്ലാ നടന്മാരും ഒരു ഓത്ത് എടുത്തു, ലേഡീസ്ക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ അബ്യൂസീവ് ആയിട്ട് ഇത് എന്താ സ്ക്രിപ്റ്റ് ചെയ്യാൻ പാടില്ല, അങ്ങനെ നമ്മൾ ഓത്തെടുത്തല്ലേ. പിന്നെ എങ്ങനെ തിരിച്ച് ഇത് തന്നെ വരുന്നു. ഒരു ഫ്യൂ ഇയേഴ്സ് അങ്ങനെ ഇരിക്കും, പിന്നെ ഒരു 2-3 പടങ്ങൾക്ക് അങ്ങനെ നമ്മൾ ഫോളോ ചെയ്യും, പിന്നെ ഇത് തുടങ്ങും. സോ വേർ ഈസ് ദ ബോർഡർ ലൈൻ? നമുക്ക് ആസ് എ സെലിബ്രിറ്റി നമുക്ക് സൊസൈറ്റിക്ക് ഒരു എന്താ പറയാ ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് നമുക്ക് ശരിക്കും. സോ അധികം കാണിക്കാതെ, ഇഷ്ടം പോലെ ഗോർ കാണിക്കാതെ നമുക്ക് അത് ഒരു മെയിൻറ്റെയിൻ ചെയ്ത് പോവാൻ പറ്റും ഫിലിം മേക്കിംഗില്. അതാണ് എന്റെ ഒരു റിക്വസ്റ്റ്. ഓക്കെ മാഡം. ശ്രീ സജീവ് നന്ദിയാട്ടെ, ഈ ആർട്ട് ഫോർ ആർട്ട് സേക്കാണോ ആർട്ട് ഫോർ ലൈഫ് സേക്കാണോ എന്ന ചർച്ചകൾക്ക് കാലങ്ങളോളം പഴക്കമുണ്ട്. ഒരു 2 വർഷം മുമ്പൊക്കെ വരെ ആർട്ട് ഫോർ ആർട്ട് സേക്ക് പക്ഷത്തായിരുന്നു ഞാനും. പക്ഷേ സമൂഹം ഇങ്ങനെ മാറുമ്പോൾ സമൂഹത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളിലൊന്നായിട്ട് ആ വയലൻസ് മാറുന്നു എന്ന തോന്നൽ പോലും ഉണ്ടാകുമ്പോൾ ശ്രീമതി രഞ്ജിനി പറയുന്ന പോലെ സിനിമാ ഫ്രട്ടേണിറ്റി ഉത്തരവാദിത്തമുണ്ട്. കാര്യം ഏറ്റവും കൂടുതൽ ആളുകൾ ഇപ്പോഴും കാണുന്ന സിനിമയാണ്. ഒരു നാടകത്തിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഉത്സവത്തിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അല്ലാത്തൊരു പബ്ലിക് ഗ്യാതറിങ്ങിനോ ആളെ കൂട്ടാൻ കഴിയാത്തവണ്ണം ആളെ കൂട്ടാൻ ഇപ്പോഴും സിനിമയ്ക്ക് കഴിയുന്ന ഒരു മാസ് മീഡിയമാണ് ഫിലിം ചേംബർ. ആ സിനിമാ ഫ്രട്ടേണിറ്റിക്കുള്ളിലെ ആ മാറ്റചിന്തയ്ക്ക് നേതൃത്വം കൊടുക്കുമോ സജീവ് നന്ദിയാട്ട്? തീർച്ചയായും ഇവിടെ വേറൊരു കാര്യം കൂടെ ഉണ്ട് ഇതിനകത്തപ്പം. ഈ നമ്മുടെ കേരളത്തിലെ സിനിമകളിൽ, മലയാള സിനിമകളിൽ വയലൻസ് എല്ലാം പാടെ നിരോധിച്ചാൽ കേരളത്തിലെ പോലീസ് സ്റ്റേഷനും കേരളത്തിലെ കോടതികളും ഒക്കെ വെറുതെ അടച്ചു കിടക്കേണ്ടി വരുമെന്ന വാദത്തിലേക്ക് ഈ ചർച്ച വഴിതെറ്റുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. നെഗറ്റീവ് ആവിഷ്കാരത്തിന് സ്വാതന്ത്ര്യം അല്ലെങ്കിൽ നെഗറ്റീവ് ക്രിയേറ്റിവിറ്റി എവിടം വരെ ആവാം എന്ന് ഈ ലിമിറ്റിനെ കുറിച്ചൊരു ചർച്ചയാവാം. കേരള ഫിലിം ചേംബറിന് ഒരിക്കലും ഒരു സ്ക്രിപ്റ്റ് റൈറ്ററോടോ ഒരു പ്രൊഡ്യൂസറോടോ നിങ്ങളുടെ സിനിമ എന്തായിരിക്കണമെന്ന് തീരുമാനിക്കാൻ അവകാശമില്ല. മറിച്ച് ഞങ്ങളുടെ അവകാശം എങ്ങനെയാണ് സെൻസർ ബോർഡ് തന്നിരിക്കുന്നത്? നിങ്ങൾ പോസ്റ്ററുകൾ ഉൾപ്പെടുമ്പോൾ, പോസ്റ്ററുകൾ ചെയ്യുമ്പോൾ ഞങ്ങൾ കൊടുക്കുന്ന പോസ്റ്ററാണ് സെൻസർ ബോർഡ് ഈ പോസ്റ്റർ അടിക്കാൻ വേണ്ടി അവർ അനുവാദം കൊടുക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, വളരെ ചെറിയ ഇതിൽ ഫിലിം ചേംബറിന് ഒരു സൈൻ കാണും. അതിൽ സിഗരറ്റ് വലിക്കുന്നതോ കള്ള് കുടിക്കുന്നതോ കത്തിക്കൊണ്ട് കുത്തുന്നതോ ഹെൽമെറ്റ് ഇല്ലാതെ ഇങ്ങനെ കുറേ റിസ്ട്രിക്ഷൻസ്, നോംസ് ഞങ്ങൾ നൽകിയിട്ടുണ്ട്. ഇവയെല്ലാം പാലിക്കാതെ ചില ആൾക്കാർ ഈ ശിവകാശിയിൽ പോയി ഞങ്ങൾ കൊടുക്കാത്ത പല പോസ്റ്ററുകൾ പാടിക്കാറുമുണ്ട്. അവർക്ക് പെനാൽറ്റികൾ വരാറുണ്ട് ഗവൺമെൻറ് പരമായി. ഞാൻ പറഞ്ഞു വരുന്നത്, സിനിമയ്ക്ക്
സമൂഹത്തെ വഴിതെറ്റിക്കുമ്പോൾ സിനിമയ്ക്കൊരു പങ്കുണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്, അത് തിരുത്തപ്പെടേണ്ടത് തന്നെയാണ്. അതോടൊപ്പം ഇടപെടുമ്പോൾ ഞങ്ങൾക്ക് ചില പരിമിതികളുണ്ട്. ഇന്നയാൾ ഈ എടുക്കുന്ന സിനിമ ഞങ്ങളുടെ കയ്യിൽ അതിൻ്റെ സ്ക്രിപ്റ്റ് ഞങ്ങൾ കാണാറില്ല, പ്രോജക്റ്റ് ഞങ്ങൾ കാണാറുണ്ട്, പേര് പോലും ശ്രദ്ധിക്കണം. ഈ സിനിമയുടെ പേര് കൊടുക്കുന്നത് കേരളത്തിൽ മലയാള സിനിമയ്ക്ക് ഫിലിം ചേമ്പറാണ്. അവിടെ ഏതെങ്കിലും തരത്തിലുള്ള കമ്മ്യൂണൽ റയോട്ട്സ് അല്ലെങ്കിൽ വർഗീയ ലഹള ഉണ്ടാകുന്ന തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിക്കാൻ പാടില്ല. ഇപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഒരു പേരാണ് വന്നു, ഹേമ കമ്മിറ്റി. അത് മറ്റൊരു തരത്തിലുള്ള കോൺട്രവേഴ്സി ഉണ്ടാക്കുക, ആ പേര് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഈ മതവുമായി ബന്ധപ്പെട്ട് ഹേമ കമ്മിറ്റി എന്ത് കോൺട്രവേഴ്സി ഉണ്ടാക്കാനാണ്? ഇവിടെ RDX ഇല്ലാത്ത പ്രശ്നം ഹേമ കമ്മിറ്റിക്ക് ഉണ്ടാവേണ്ടത് എന്താണ്? ഞാൻ പറഞ്ഞു അതിനിടയ്ക്കൂടെ അങ്ങ് പേര് വന്നു. അല്ലാതെ കുഴപ്പമെന്താണ്? കാരണം എന്താണെന്നറിയോ? അല്ല, ഹേമ കമ്മിറ്റിക്ക് പ്രശ്നം എന്താണ്? ഹേമ കമ്മിറ്റിയെ കളിയാക്കുന്നതാവാം ചിലപ്പോ അതിന്റെ പ്രമേയം. പറയട്ടെ, അതിന്റെ പ്രമേയം ഞങ്ങൾക്കറിയില്ലല്ലോ. പേര് കൊടുക്കുമ്പോൾ ഹേമ കമ്മിറ്റിയെ മോശമായി ചിത്രീകരിക്കുന്ന ഒന്നാണെങ്കിലോ അപ്പോൾ അത് പേര് കൊടുത്ത ചേംബർ, അപ്പം അതിന്റെ കഥാതന്തു എന്താണെന്നോ അതിന്റെ നറേഷൻ നമുക്കറിയില്ല. അതിന്റെ കഥ എന്താണെന്ന്, കഥാസാരം. അല്ലല്ല സജീവന്തിയാട്ടെ, ഈ ഹേമ കമ്മിറ്റി എന്നുള്ള പേരിന് അനുവാദം കൊടുക്കാത്തതിന്റെ കാരണം ഒന്നും അല്ല കേട്ടോ. ഹേമ കമ്മിറ്റി എന്ന പേരിന് അനുവാദം കൊടുക്കാത്ത സമൂഹത്തിലെ വയലൻസോ അല്ലെങ്കിൽ സമൂഹത്തിന് നന്മയെ കരുതൊന്നും അല്ല. കൊടുക്കാൻ പറ്റില്ല. കാരണം എന്താ, അല്ലല്ല അതിനകത്തൊക്കെ കോൺട്രവേഴ്സികൾ വരാം, അത് നിയമപരമായ തലങ്ങളിലേക്ക് പോകാം. ഞങ്ങൾ പറയുന്നത് ഇത്തരത്തിൽ സിനിമകൾ വഴിതെറ്റുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിയന്ത്രണം ഏർപ്പെടുത്താനും ഇങ്ങനെയുള്ള ചർച്ചകൾക്ക് നയിക്കുവാനും ചേംബർ തയ്യാറാണ്. ഒരു സംശയം വേണ്ട. സമൂഹം നന്നായാൽ മാത്രമേ ചേംബർ നമുക്ക് നന്നാകാം. നമ്മൾ സമൂഹത്തിന്റെ ഭാഗമാണ്. സമൂഹത്തിലുണ്ടെന്ന ഓരോ ചലനങ്ങളെയും നമ്മളെ എല്ലാവരെയും ബാധിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഉൾപ്പെടുന്ന സമൂഹം നന്നായി പോകാൻ തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് എന്തൊക്കെയാണോ ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചൊരു ഇത് വന്നാൽ തീർച്ചയായും ഈ പറഞ്ഞ പോലെ സിനിമ ഒരു സിനിമ എല്ലാ സിനിമയും തയ്യാറാകണം. അതായത് നമ്മുടെ ശ്വാസകോശം സോഞ്ച് പോലെയാണ് എന്നൊക്കെ നമുക്ക് തമാശയായിട്ടും സീരിയസ് ആയിട്ടും ഒക്കെ തോന്നുന്ന ടൊബാക്കോ കൺട്രോൾ ഇന്ത്യയിൽ വിജയമായിരുന്നു എന്നാണ് എല്ലാ അന്താരാഷ്ട്ര ഏജൻസീസും വിലയിരുത്തുന്നത്. അതായത് COTPA WHO ഈ ടൊബാക്കോ കൺട്രോൾ ഫ്രെയിംവർക്ക് നമ്മൾ ഇഫക്റ്റീവായി നടപ്പാക്കുകയും ടൊബാക്കോയ്ക്കെതിരെ സിഗരറ്റ് വലിക്കെതിരെ ക്യാമ്പയിൻ നടത്തിയത് വലിയ രീതിയിൽ സിഗരറ്റിന്റെ ഉപയോഗം കുറച്ചു, ടൊബാക്കോയുടെ ഉപയോഗം കുറച്ചു. എംപിരിക്കലായ സ്റ്റഡീസ് ശരിയാണ്. പക്ഷേ ടൊബാക്കോയുടെ ഉപയോഗം കുറയുമ്പോൾ മദ്യത്തിന്റെ ഉപയോഗം കുറഞ്ഞപ്പോൾ കൂടിയത് എന്താണ്? കൂടിയത് MDMA, കൂടിയത് LSD, കൂടിയത് GST, കൂടിയത് പേര് കേൾക്കാത്ത അത്യാധുനിക ഒരു വരി കൂടി ഇത് സിനിമയെ കാണിക്കുമ്പോൾ ഇതിനെ ഗ്ലോറിഫൈ ചെയ്യുകയും പോസിറ്റീവ് ആകുകയും ചെയ്യരുത്. ഉദാഹരണം മങ്കാത്ത തമിഴ് സിനിമ, അതിലെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എല്ലാം തെറ്റ് ചെയ്യുന്നവനാണ് അവസാനം രക്ഷപ്പെട്ട് വിജയിച്ചു പോകുന്നത്, നന്മ ചെയ്യുന്നവൻ പരാജയപ്പെടുകയാണ്. അപ്പൊ ഈ സിഗരറ്റ് വലി തെറ്റായി കാണിക്കുന്നതിന് തെറ്റില്ല, പക്ഷെ സിഗരറ്റ് വലിച്ചാലോ മദ്യപിച്ചാലോ ഡ്രഗ്സ് കഴിച്ചാലോ പുരോഗമനമാവൂ, മുമ്പോട്ട് പോകൂ, ഹീറോ ആകൂ എന്ന രീതിയിൽ പോസിറ്റീവായി ഗ്ലോറിഫൈ ചെയ്യുന്നതാണ് പ്രശ്നം. ഇതിനൊരു നെഗറ്റീവ് പരാമർശം കൊടുത്ത് ഇതിനെ നെഗറ്റീവ് ലൈറ്റിൽ കാണിക്കുന്നതല്ല, പകരം പോസിറ്റീവ് ലൈറ്റിൽ കാണിക്കുന്നു. അതായത് പണ്ട് വില്ലൻ ഇന്നത്തെ ഹീറോ ആയി, പണ്ടത്തെ ഹീറോ ഇന്ന് വില്ലനോ മണ്ടനോ ആയി മാറുന്നു എന്നൊരു അവസ്ഥയാണ് നമുക്കുള്ളത്. അപ്പൊ ഈ സദാചാര ക്ലാസ് ഒന്നും ആവണ്ട സിനിമ, പക്ഷേ എന്തെങ്കിലും ഒരു ഫ്രെയിം വർക്ക് വേണം, എന്തെങ്കിലും ഒരു എത്തിക്സ് വേണം, ഒരു ഗൈഡ് ലൈൻ വേണം, ഒരു വാല്യൂ വേണം. ഷെമ്മി നിഷാദ്, സജീവന്തിയായിട്ട് അദ്ദേഹത്തിന്റെ ആദ്യ ഊഴത്തിൽ പറഞ്ഞതുപോലെ സമൂഹത്തിൽ കാണുന്നത് തന്നെയാണ് സിനിമയിലും ഉള്ളത്. രാഹുൽ ഈശ്വർ പറയുന്നുണ്ട് അതിനെ കുറച്ചുകൂടി ബൂസ്റ്റ് ചെയ്ത് കാണിക്കുന്ന പ്രശ്നം ഹരിതയിലേക്ക് എണ്ണ എന്നൊക്കെ പറയുമ്പോഴും ഗർഭിണിയുടെ വയറ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ കലാപകാലത്തൊക്കെ നമ്മൾ കേട്ടതും വാർത്തകൾ അറിഞ്ഞതും ഒക്കെയാണ്. ഈ പറയുന്ന ഒന്നും രാജ്യത്തിന്റെ ചരിത്രത്തിൽ പല ഘട്ടങ്ങളിലായി പല വാർത്തകൾ നമ്മൾ കേൾക്കാത്ത ഒന്നും അല്ല കേട്ടോ. ഈ പറയുന്ന ഒന്നും ശ്രീമേ നിഷാദ്. അതുകൊണ്ട് അതൊക്കെ സിനിമയിൽ കാണിക്കണമെന്ന് വല്ല നിർബന്ധമില്ല, ഞാൻ പറഞ്ഞാണ്. അല്ല ഒരു മിനിറ്റ്. ഇപ്പോൾ ഇന്നലെ തന്നെ രാജസ്ഥാനിൽ 1.5 വയസ്സുള്ള ഒരു കുട്ടിയെ അവിടുത്തെ പോലീസുകാർ ചവിട്ടിക്കൊന്നു. വാർത്തയിൽ വായിച്ചതല്ലേ? അത് നമ്മൾ സിനിമയെ കാണിക്കേണ്ടതായിട്ടുണ്ടോ? അപ്പോൾ ഈ സമൂഹത്തിൽ നടക്കുന്ന തിന്മയെല്ലാം കൂടി കൊണ്ട് സിനിമയെ കാണിക്കുന്നത് ശരിയാണോ എന്നുള്ളൊരു ചോദ്യം അവിടെ പ്രസക്തമാണ്. നേരത്തെ റിട്ടയർഡ് SP പറഞ്ഞതുപോലെ ആ ചോദ്യം പ്രസക്തമായ ചോദ്യം തന്നെയാണ്. ഇപ്പോൾ ഈ സിനിമ മാത്രമല്ല, ഇപ്പോൾ ഞാൻ സാമാന്യവൽക്കരിച്ച് പറയുകയല്ല. ഇപ്പോൾ പ്ലേ സ്റ്റോറിലൂടെ ഡൗൺലോഡ് ചെയ്യുന്ന മൊബൈൽ ഗെയിംസ് ഉണ്ട്. ആ ഗെയിംസ് എന്തെല്ലാം കുട്ടികൾ കാണുന്നത്? കൊറിയൻ പടങ്ങൾ മാത്രമാണോ? ലോകം അവൻ്റെ ഫിംഗർ ടിപ്പിലല്ലേ? കോവിഡ് കാലം വന്നപ്പോഴത്തെ അടച്ചിരിപ്പിൻ്റെ കാലഘട്ടത്തിലേക്ക് നമ്മൾ പോയപ്പോഴത്തേക്കിനും ഓൺലൈനിലൂടെ പഠിക്കാനുള്ള എല്ലാ 15 വയസ്സുള്ള എല്ലാ കുട്ടികളുടെ കയ്യിലും സ്മാർട്ട് ഫോണുണ്ട് ഇപ്പോൾ, ഇല്ലേ? അതിൽ നിന്ന് അവൻ കാണുന്നു, അവൻ എന്തൊക്കെ കാണണം, എന്തൊക്കെ കേൾക്കണം നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണോ? ലോകം മുഴുവൻ അവൻ്റെ കയ്യിലാണ്.
അവൻ ഈ പറയുന്നത് പോലെ ഇപ്പോൾ ഞാൻ മലയാള സിനിമയുടെ ഒരു വിഷയം സംസാരിച്ചു. ഇപ്പോൾ നേരത്തെ പിന്നെ സൈക്കോളജിസ്റ്റ് സംസാരിച്ചതുപോലെ നമ്മൾ ഈ ചെറുപ്പക്കാരുടെ കാര്യം പറയുമ്പോൾ അവരുടെ കൂട്ടത്തിലൊരാൾ വേണമെന്നുള്ളത് സത്യം തന്നെയാണെങ്കിൽ പോലും നമ്മൾ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ഞാനായാലും മിസ്സസ് രഞ്ജിനി ആയാലും സജി ആണെങ്കിലും ഹാഷ്മി ആയാലും രാഹുലാണെങ്കിലും എല്ലാവരും നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു നടൻ പറഞ്ഞു സാമൂഹ്യ പ്രതിബദ്ധത വേണം എന്ന്, ജഗദീഷിനെ പോലൊരു നടൻ പറഞ്ഞു. അപ്പോഴും അദ്ദേഹം പറഞ്ഞതെന്ന് പറഞ്ഞാൽ സിനിമ സ്വാധീനിക്കുന്നില്ല എന്നാണ്. അതിലെനിക്ക് വിയോജിപ്പുണ്ടായിരുന്നു. ഞാനത് പറയുകയും ചെയ്തു. ഞാൻ എൻ്റെ സ്റ്റേറ്റ്മെൻറ്റിലൂടെ അത് പറഞ്ഞു. സിനിമ സ്വാധീനിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ ഇത് ചർച്ച തുടങ്ങിയപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഇപ്പോൾ പിന്നെ ചെറുപ്പക്കാരെ മാത്രം അടച്ചാക്ഷേപിക്കുകയല്ല. ചെറുപ്പക്കാരിൽ വളരെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള വളരെ പിന്നെ വൈബ്രൻ്റ് ആയിട്ടുള്ള കുട്ടികളുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ നിർഭാഗ്യവശാൽ ഏറ്റവും കൂടുതൽ അക്രമം നടക്കുന്നതൊക്കെ ആ പ്രായത്തിലുള്ള കുട്ടികളുടെ ഭാഗത്ത് നിന്നാണ്. ഇതൊരു വസ്തുതയല്ലേ, കണ്ണടച്ച് നമുക്ക് ഇരുട്ടാക്കാൻ പറ്റുമോ? അപ്പോൾ ഇതിൽ എങ്ങനെ വേണമെന്നുള്ളതിനെപ്പറ്റി കൂട്ടായ്മ ഒരു കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റിയാണ് നമുക്ക് ആവശ്യം. അതിന് നമ്മുടെ അധികാരികളുടെ കൂടി ആഭ്യന്തര വകുപ്പിൻ്റെയും എക്സൈസിൻ്റെയും തീർച്ചയായിട്ടും ഈ സൈക്കോളജിസ്റ്റുകളുടെ ഒക്കെ സേവനം, പൊതുസമൂഹത്തിൻ്റെ എല്ലാ വിഭാഗത്തിലുള്ള ആളുകളുടെ ഒരു സേവനം ഇതിനകത്ത് വേണം. ഇത് സേവനമായിട്ട് തന്നെ എടുക്കണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ വരുമ്പോഴത്തേക്കിന് ഇത് എവിടം വരെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും? കാര്യം ശ്രീ രാഹുലൊക്കെ പറഞ്ഞൊരു അദ്ദേഹത്തെ എന്നേക്കാളും കൂടുതൽ ഈ വിഷയത്തിൽ വളരെ ഗ്രാഹ്യമുള്ള ഒരാളാണ്. അപ്പോൾ തീർച്ചയായിട്ടും പിന്നെ ടൊബാക്കോയുടെ ഉപയോഗം കുറഞ്ഞോ എന്നുള്ളതിനെ പറ്റി എനിക്കറിയില്ല. പക്ഷേ പരസ്യമായിട്ട് സിഗരറ്റ് വലിക്കാൻ മടിക്കുന്നവരെ എനിക്കറിയാം. ഇപ്പോൾ ഇൻഡസ്ട്രിയിൽ തന്നെയുള്ള എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായിട്ടുള്ള സിനിമാ പ്രവർത്തകർ, ഞങ്ങൾ ഒരുമിച്ചൊരു യാത്രയിൽ വരുമ്പോഴത്തേക്കിന് അദ്ദേഹം പറഞ്ഞത് എവിടെയെങ്കിലും ഒഴിഞ്ഞ ഒരു മൂലയിൽ നിർത്തണം, ആരും കാണണ്ട, ഒരു സിഗരറ്റ് വലിക്കണം. അങ്ങനെയൊക്കെ ഉള്ള ലെവലിലേക്കൊക്കെ എത്തിയിട്ടുണ്ട് പല കാര്യങ്ങളും. പക്ഷെ അതല്ലല്ലോ ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ അക്രമ സംഭവങ്ങളിൽ ചെറുതെങ്കിലും ഏതെങ്കിലും തരത്തിൽ സിനിമ സ്വാധീനിച്ചിട്ടുണ്ടെങ്കിൽ അത് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം തന്നെയാണ്. 24 ഈ ഫ്ലോറിൽ വെച്ച് മാത്രമല്ല, പൊതുസമൂഹത്തിലോട്ട് ഇറങ്ങണം. ഓക്കെ, താങ്ക് യു. എൻ്റെ സമയം കഴിയുകയാണ്. എന്തായാലും നമ്മൾ സിനിമ ആണ് മൊത്തത്തിൽ ഈ എല്ലാത്തിനും പ്രശ്നത്തിന് കാരണമെന്ന് പറയുകയല്ല. പക്ഷേ ഈ പ്രശ്നങ്ങൾക്ക് കാരണം സിനിമയുടെ ഒരു പങ്കുണ്ടോ എന്നത് ഈ ലഹരിയുടെ കൂട്ടത്തിൽ, എല്ലാത്തിൻ്റെ കൂട്ടത്തിൽ അത് പരിശോധിക്കപ്പെടേണ്ടതാണ്. കാര്യം നമ്മൾ കടന്നു പോകൊണ്ടിരിക്കുന്ന കാലം ഒരു വല്ലാത്ത കാലമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. എൻകൗണ്ടർ പൂർണ്ണമെന്ന് ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. ഗുഡ് നൈറ്റ്.